സൈമൺ ജെ നവോദയ പ്രൗഡ്ലി പ്രസന്റ് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം 16ാം ഭാഗം. പണ്ടൊരു രാമൻ കൈക്കോടാലി കാഞ്ഞു കൊടുത്തോരേറ് അത് ചെന്നു പതിച്ചൊരു ഗ്യാപ്പിൽ കടലിൽ പൊങ്ങിയതാണ് ഈ നാട്. അങ്ങനെ ഇങ്ങനെ ചുമ്മാ ചുളുവിൽ കിട്ടിയ കേരള നാട് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാരോ വാഴ്ത്തിയ നാട്. ഈ കേരള നാട്ടിൽ ജീവിക്കുന്നത് തക്കിട തരികിട കളിയാണളിയാ. തരികിട കളിയത് പിടിയില്ലെങ്കിൽ തീക്കളിയാകും ജീവിതം എന്തളിയാ. ഇവിടെ ഒന്നും കയ്യാങ്കളി ഇതെന്തൊരു വയ്യാവലി. ഇവിടെ ഒന്നും കയ്യാങ്കളി ഇതെന്തൊരു വയ്യാവലി. മ്യൂസിക് സോണിന് വേണ്ടി സൈമൺ ജെ നവോദയ അവതരിപ്പിക്കുന്നു നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ അഴിമതി ടീമും ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം ടീമും തമ്മിൽ മാവേലി വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഫുട്ബോൾ മത്സരത്തിന് കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഫുട്ബോൾ മത്സരം നടക്കാനിരിക്കെ അജ്ഞാത ബോംബ് ഭീഷണി കാരണം മത്സരം 5 മണിക്കത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. സംശയാസ്പദമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ പ്രതികൾ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പ്രത്യേക ചോദ്യം ചെയ്യൽ സംഘം സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സാർ, ഈ ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവട ടീമും അഴിമതി ടീമും തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തിനിടയിൽ ബോംബ് ഭീഷണി മുഴക്കിയത് തീവ്രവാദികളാണോ അതോ തമിഴ് പുലികളാണോ? അതൊന്നും പറയാറായിട്ടില്ല. അവരെ ചോദ്യം ചെയ്തതിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. സാർ, ഇതിന്റെ പിന്നിലുള്ളവരുടെ ഉദ്ദേശം അത് വളരെ വ്യക്തമല്ലേ? കഴിഞ്ഞ 15 വർഷമായിട്ട് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം ടീം അഴിമതിക്കും അക്രമത്തിനുമെതിരെ വിമർശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അവരെ നശിപ്പിക്കുക എന്നതാണ് അക്രമികളുടെ ലക്ഷ്യം. കൂട്ടത്തിൽ എന്നെയും. അതെന്തിനാ സാർ? എനിക്കറിയില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? തതോ മത്യ ശിവ ഭവ ശിരോ വസ്ത്ര തഥാ മഹ കരാകരം ഹുദാഗവ അംബോ മഹാദേവ മാധവ മഹാദേവ. ആരായാലും പൊക്കിയിരിക്കും ഈ പശ്വാമൂഢൻ. സാർ, ഇതിന്റെ പിന്നിൽ പ്രതിപക്ഷത്തിലെ ചില തൽപര കക്ഷികളുടെ കൈ ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കും. പിന്നെ പ്രതിപക്ഷം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് എനിക്ക് പറയേണ്ടി വരും. അയ്യോ സാർ, എന്റെ കഴുത്തിനോട് എന്നോട് ചൂടാവണത്. ഞാൻ ചൂടായതല്ല. വലം വെച്ച് ശരം എത്തും, നിലം പൊത്തും, മരം വെട്ടും, അവിടത്തും മരം കൊത്തി എന്ന് വെച്ചാൽ നല്ലത് ചെയ്യുന്നിടത്ത് അതിനെ തച്ചുടയ്ക്കാൻ പലരും എത്തും. അവിടെ ഞാനും എത്തും. ഈ പശ്വാമൂഢൻ. സാറേ, അപ്പൊ മത്സരം നടക്കാൻ സാധ്യതയുണ്ടോ? അതിന് സംശയം വേണ്ട. എന്തൊക്കെ സംഭവിച്ചാലും പുട്ടുകച്ചവടം ടീം അഴിമതിക്കെതിരെ കളിച്ചിരിക്കും. അതെ സാറേ. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മാറണം. സാർ പോട്ടെ, സാറിന് ഒരുപാട് തീർത്തിട്ട്. സാറേ, ഒരു ചോദ്യം കൂടി. വേഗം ചോദിക്ക്. എനിക്ക് പ്രതികളെ ചോദ്യം ചെയ്യണം. അല്ല, സാർ ആരാണ്? ശരിക്കും സാറിന്റെ ജോലി എന്താണ്? എടോ, പിടിച്ച് മാറ്റടോ ഇവറ്റാളെ. മാറി നിൽക്കണ പന്നി. കാക്കിട്ടവനെ കണ്ട തിരിച്ചറിയില്ല. ഒരു പത്രക്കാരനെ മാറി പോണവർന്ന് ഈ ഏരിയയിൽ കണ്ടുപോകരുത്. ഒന്ന് വാടോ. വന്നു സാർ. എവിടെയാണോ അറസ്റ്റ് ചെയ്ത പ്രതികൾ? അകത്തുണ്ട് സാറേ. കൊണ്ടുവാടോ അവന്മാരെ. ഇങ്ങോട്ട് മാറി നിൽക്കടാ. എന്താ നിന്റെ പേര്? ഇവനെ കണ്ടാ തന്നെ അറിയാം ഡൂപ്പാന്ന്. സത്യം പറയേ, നീ ഏതാ? ഞാൻ മാവേലി. മാവേലിയോ? അതെ, സത്യമായിട്ടും ഞാൻ മാവേലിയാ. മാവേലി? സത്യം പറയടോ, താൻ സിമിയുമായി ബന്ധമുള്ള ആളല്ലേ? എന്റെ ഈശ്വര, സത്യമായിട്ടും സിമി എന്ന പെണ്ണിനെ എനിക്കറിയില്ല. അവളുമായി എനിക്കൊരു ബന്ധമില്ല.
സത്യം പറ, ഏതെങ്കിലും പെണ്ണുമായി സംസാരിക്കുകയോ പരിചയപ്പെടുകയോ താൻ ചെയ്തോ? മാവേലിയാണ് സത്യം. സിമി എന്ന പെണ്ണിനെ എനിക്ക് അറിയാൻ മേല. എന്റെ പൊന്നെ, ഇവറ്റകൾ എന്താണ് ഈ പറയണത്? സിമി എന്ന് പറയണത് പെണ്ണല്ല, ഒരു സംഘടനയാണ്, സംഘടന. ഡൂപ്പേ, നമ്മളെ ഒരു തീവ്രവാദികളായിട്ട് കണ്ടിരിക്കണേ. നമ്മുടെ ജീവിതം കോഞ്ഞാട്ടേ ഡൂപ്പേ. തിരുമേനി, ഇനി നമ്മൾ എന്ത് ചെയ്യും? സാറേ, കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം ടീമിന്റെ കൂടെ വരുന്ന ആളാ. മാവേലി, ഞാൻ ചെന്നില്ലെങ്കിൽ അവര് കളിക്കളത്തിൽ ഇറങ്ങില്ല. എന്റെ ഈശ്വര, ആരെങ്കിലും ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ വന്നിരുന്നെങ്കിൽ. സാറേ, അവരൊന്നും ചെയ്യില്ലേ, അത് മാവേലിയും ഡൂപ്പുമാണ്. അവരെ ഞങ്ങൾക്ക് വിട്ടു തന്നെ സാറേ. അങ്ങനെ ഞാൻ ഇയാളെ വിട്ടു തരില്ല. മോളി ഇന്ന് വിളിച്ച് പറയണം. നിർത്തടാ, താൻ എന്തിനാ മോളി മോളി എന്ന് ഇവിടെ കിടന്ന് വിളിക്കുന്നത്? സാറല്ലേ പറഞ്ഞേ മോളിന്ന് വിളിച്ചാ വിട്ടു തരുമെന്ന്. എടോ, ആ മോളിയല്ല ഈ മോളി. അതെ, ചിലപ്പോ സാർ ഉദ്ദേശിച്ചത് ഫിഷ് മോളിയായിരിക്കും. മണ്ണാൻ കട്ട. എടോ, മുകളിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വിളിച്ച് പറയണമെന്ന്. വന്നു പറഞ്ഞാൽ താൻ കേൾക്കോടോ മിസ്റ്റർ പശുവാമൂടൻ? What nonsense you are doing, Mr. പശുവാമൂടൻ? താൻ എന്ത് പോക്കിരിത്തരവാടോ ഈ കാട്ടിക്കൂട്ടുന്നത്? സർ, ഞാൻ സൂസി അന്നേ പറഞ്ഞതാ 5 വർഷമായിട്ട് സസ്പെൻഷനിലിരിക്കുന്ന ഇയാളെ തിരിച്ചു കൊണ്ടുവരണ്ടെന്ന്. എടോ, ഒരുപറ്റം കാക്കിധാരികളായ പോലീസുകാരെയും കൂട്ടി ഈ മാവേലി അറസ്റ്റ് ചെയ്ത് വെച്ചിട്ട് തീവ്രവാദിയാണെന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാടോ ഈ ആനമണ്ടത്തരം? സർ, ഇവനൊക്കെ നിർത്തടോ. തന്റെ ഈ അസുഖത്തിന് മെഡിക്കൽ സയൻസിൽ ലൊട്ടോണിക്ക ഞൗണിക്ക ലെവൻസ്കി ഡൗട്ടാണിയ എന്നാണ് പറയുന്നത്. അമ്മേ, എന്താടോ പശുവാരൂടാ താൻ ഇങ്ങനെയായി പോയത്? തലക്ക് വെളിവില്ലാഞ്ഞിട്ട്. എന്ത് തലക്ക് വെളിവില്ലാഞ്ഞിട്ട്? അപ്പൊ തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എടോ, മാവേലിയെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കമ്മീഷണറും ഐജിയും മിനിസ്റ്റേഴ്സും അടക്കം ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുകയാണ്. ഇവരെ ജീപ്പിൽ കൊണ്ടാക്കടോ പശുവാ മൂടാ. കലാപ്രേമികളായ കായിക പ്രേമികളെ, നിങ്ങൾ കാത്തുകാത്തിരുന്ന സുവർണ ദിനത്തിലെ സുവർണ നിമിഷം ഇതാ സമാഗതമായി. 2006 മാവേലി ഗോൾഡൻ കപ്പിന് വേണ്ടിയുള്ള വാശിയേറിയ ഫുട്ബോൾ അംഗം എന്ന മാമാങ്കം ഇത് ആരംഭിക്കാൻ പോവുകയാണ്. ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ മത്സരമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ അതിന് സാക്ഷ്യം വഹിക്കാൻ 1000 അല്ല 10000 അല്ല ലക്ഷക്കണക്കിന് വരുന്ന ജനം ഗാലറിയിൽ അത് രാവിലെ വന്ന് സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് തപ്പുതകിലി താളമളങ്ങളും മറ്റു ബാൻഡ് സെറ്റ് മുഴങ്ങുമ്പോൾ റഫറിയുടെ വിസിൽ മുഴങ്ങാൻ കളിക്കാരത്തെ കാതോർത്ത് കാത്തു നിൽക്കുകയാണ്. ഈ ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയോ കേന്ദ്ര കമ്മിറ്റിയോ PBO അല്ല, കളി എന്താണെന്നറിയാവുന്ന വിദേശ റഫറികളാണ്. അതുകൊണ്ട് തന്നെ കളിയിൽ കയ്യാങ്കളിയോ ഒത്തുകളിയോ ചീത്തവിളിയോ ഉണ്ടാകാൻ ഒരിക്കലും സാധ്യതയില്ല. ഗ്രൗണ്ടിന്റെ വലതുവശത്തായി കറുപ്പ് ജേഴ്സി അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന അഴിമതി ടീമിനെ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ടീം ക്യാപ്റ്റൻ ലോക ഫ്രോഡായ ഫോർവേഡ് കളിക്കാരൻ കുംഭകോണം ദാസൻ. ലെഫ്റ്റ് വിംഗ് കളിക്കുന്നത് പാമോയിൽ രവി. റൈറ്റ് വിംഗ് ഐസ്ക്രീം മുഹമ്മദ് കുട്ടി. സെന്റർ ഫോർവേഡ് കാലുത്തീറ്റ കുമാരൻ. റൈറ്റ് വിംഗ് പീഡനം പീതാംബരൻ. ബാക്ക് ലാവ്ലിൻ സ്റ്റാൻലി. ചൈനയുടെ വൻമതിൽ തീർത്തവരെ നിൽക്കുന്ന ഇവരെ നേരിടുന്നത് നിസ്സാരക്കാരല്ല, ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം ടീമാണ്. ഈ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 15 തവണ മാവേലി ഗോൾഡൻ കപ്പ് സ്വന്തമാക്കിയിട്ടുള്ള ടീമാണ്. ഇന്ന് വരെ ഒരു കളിക്കാരും റെഡ് കാർഡ് കണ്ടിട്ടില്ല എന്നുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഇവരുടെ. ഈ ഗോൾ വലയം കാക്കുന്ന ഗോൾ കീപ്പറെ നമുക്ക് ഇനി ഒന്ന് പരിചയപ്പെടാം. ശക്തരും ധീരനും ഇടക്കേറി കളിക്കാരോടൊപ്പം കളിക്കുകയും കളിക്കുന്ന കളിയിൽ ഗോൾ അടിക്കുകയും ചെയ്യുന്ന ഇന്റർനാഷണൽ ഗോളി. ആ ഗോളി മറ്റാരുമല്ല, സൈമൺ ജെ നവോദയ. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് കളിക്കളത്തിൽ അത്ഭുത ഷോട്ടുകൾ, മനോഹരമായ കിക്കുകൾ, കണ്ണഞ്ചിപ്പിക്കുന്ന കോർണർ കിക്കുകൾ കാഴ്ചവെക്കാൻ പോകുന്ന വൈറ്റ് ജേഴ്സി അണിഞ്ഞു നിൽക്കുന്ന ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം ടീമിനെ ഒന്ന് പരിചയപ്പെടാം. ടീം ക്യാപ്റ്റൻ ഹരിശ്രീ മാർട്ടിൻ. ഫോർവേഡ് കോട്ടയം വില്യംസ്. ലെഫ്റ്റ് വിംഗ് ഷിനോദ് മലാറ്റു. സെന്റർ ഫോർവേഡ് ഷിജു അഞ്ചുമന. ബാക്ക് ഹരിശ്രീ അൻസാർ. മറ്റൊരു ലെഫ്റ്റ് വിംഗ് രഘു കളമശ്ശേരി. റൈറ്റ് വിംഗ് സാജൻ പള്ളുരുത്തി. സെന്റർ വിംഗ് കലാഭവൻ ജോഷി. ഇതാ ഏത് ടീമിൽ കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന മറ്റൊരു കായിക താരം ജാബർ ഇടുക്കി. 9 നമ്പർ ജേഴ്സി അണിഞ്ഞിരിക്കുന്നത് അജേഷ് കോട്ടയം. ഇരു ടീമുകളെയും പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്കിനി കളി ആരംഭിക്കാം. ഇതാ റഫറി ടോസ് ഇട്ടിരിക്കുന്നു. കളിക്കാൻ ആര് ഗോൾ കയ്യിൽ കിട്ടും, ആരുടെ കയ്യിലാണ് ആദ്യമായിട്ട് ഗോൾ കിട്ടുന്നത്? ടോസ് പിടിയിരിക്കുന്നത് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം ടീമിനാണ്. ഇതാ കളി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ ഫസ്റ്റ് പാസ് ചെയ്തിരിക്കുന്നു ഹരിശ്രീ മാർട്ടിൻ മുന്നോട്ട് ഇട്ട് കൊടുക്കുന്നു. കോട്ടയം വില്യംസ് മുന്നോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം വില്യംസിന്റെ കയ്യിൽ നിന്നും കാലുത്തീറ്റ കുമാരൻ പാസ് ചെയ്ത് കട്ട് ചെയ്ത് മേടിച്ചിരിക്കുകയാണ്. കാലുത്തീറ്റ കുമാരൻ ഐസ്ക്രീം മുഹമ്മദ് കുട്ടിക്ക് ഇട്ട് കൊടുത്തു. മുഹമ്മദ് കുട്ടി ആലോചിക്കുന്ന നേരത്തിൽ രഘു കളമശ്ശേരി തട്ടിപ്പറിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കുകയാണ്. ഇത് രഘു കളമശ്ശേരിയുടെ കയ്യിൽ നിന്ന് കലാഭവൻ ജോഷി എടുത്തു. ജോഷി ഇതാ പന്ത് ഉരുളുന്നത് പോലെ ഉരുണ്ടുരുണ്ട് ഗോൾ പോസ്റ്റിലേക്ക് ചെന്നു അടിച്ചിരിക്കുകയാണ്. അത് കാൽകത്തേക്കല്ല, ഗോൾ പോസ്റ്റിലേക്കല്ല, അത് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവരുടെ കൈ കൊണ്ടാണ് തട്ടി പുറത്തേക്ക് പോയിരിക്കുന്നത്. ഒരു കോർണറാണ്. ഇതാ ഒരു കോർണർ നിമിഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതാ കോർണർ അടിക്കാൻ പോകുന്നത് ഹരിശ്രീ അൻസാറാണ്. ഹരിശ്രീ അടിച്ചു കൊടുക്കുന്ന കോർണർ പന്ത് ഇതാ പന്ത് വരുന്നു. ഷിജു അഞ്ചുമന ഹെഡ് ചെയ്ത് കളയുന്നു. വീണ്ടും അതാ മുന്നോട്ട് പോകുന്നു ഷിനോദ് മലയാറ്റർ. പാഞ്ഞു പോകുന്നു ഷിനോദ് മലയാറ്ററിനെ ഓഫ് വിളിച്ചിരിക്കുകയാണ്. ഓഫ് വിളിച്ചിരിക്കുന്ന ഷിനോദ് മലയാറ്റർ എടുത്ത് വെച്ച് വീണ്ടും അവർ കൈമാറി ലാവലി സ്റ്റാലിൻ മുന്നോട്ട് പോകുന്നു. ലാവലി സ്റ്റാലിന്റെ കയ്യിൽ നിന്ന് പീഡനം പീതാംബരൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു. അവർ തമ്മിൽ തന്നെ മത്സരമാണ്. ആരടിക്കും ഇവർ സെൽഫ് ഗോൾ അടിക്കുമെന്ന് സംശയമാണ്.
ജാഫർ ഇടുക്കിയുടെ കയ്യിൽ നിന്നും അജേഷ് കോട്ടയം പന്ത് സ്വന്തമാക്കിയിരിക്കുകയാണ്. പന്തുമായിട്ട് അജേഷ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അരിശ്രീ മാർട്ടിൻ ഇട്ടെടുത്ത ഒരു കിക്ക് കോട്ടയം വില്യംസ് ഹെഡ് ചെയ്തുകൊണ്ട് ഗോൾ പോസ്റ്റിനെ കാഞ്ഞടിച്ചിരിക്കുന്നു. ഒന്നല്ല, ആയിരക്കണക്കിന് കാണികൾ ഹർഷാരവങ്ങൾ മുഴക്കി വായിക്കണ്. കളി തുടങ്ങിയ 35-ാം മിനിറ്റിൽ മനോഹരമായ ഒരു ഗോൾ അടിച്ചുകൊണ്ട് ഓണത്തിന്റെ കുറ്റച്ചോടൻ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഈ സമയം ആർപ്പോ ഇറോ വിളി കേൾക്കുന്നു. ആരാണ് ഈ സമയത്ത് ആർപ്പോ ഇറോ വിളി കേട്ടത്? അത് മറ്റാരുടെയും ശബ്ദമല്ല, അത് മാവേലിയുടെയും ഡൂപ്പിന്റെ ശബ്ദമാണ്. ഓണത്തിനിടയ്ക്ക് കൂട്ടുകച്ചവടത്തിന്റെ 16-15 ഭാഗങ്ങളിൽ വളരെ മനോഹരമായി തന്മയത്തങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള മാവേലി ഡൂപ്പ് ഗാലറിയിൽ പ്രഥമ സ്ഥാനം അലങ്കരിച്ചിരിക്കുകയാണ്. മക്കളെ, ഞങ്ങൾ വന്നു, കൂട്ടത്തിൽ ഞാനുമുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോകണം, കൊണ്ടുപോകണം. അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. കളി വീണ്ടും നടക്കുകയാണ്. കളി തുടങ്ങി 45, 55, 65 മിനിറ്റുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 90-ാം മിനിറ്റിലേക്ക് കടന്നു വരുമ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം ടീം ഈ സമയത്തിനുള്ളിൽ 14 ഗോളുകൾ അടിച്ചിരിക്കുകയാണ്. അവനെ കാല് വെച്ച് വീഴ്ത്തല, കൊണ്ടുപോ, മുന്നോട്ട് കൊണ്ടുപോ. അവരുടെ പോസ്റ്റിലേക്ക് ഗോളുകൾ അടിച്ച് കൂട്ടറ. ഗോൾ പോസ്റ്റിൽ നിന്നും ഗോൾ വലയം വിട്ടുകൊണ്ട് ഓടി വരുന്നു സൈമൺ ജെ നവോദയ. ഇത് ഞാനടിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഷിനോദ് മലയാറ്റൂന്റെ കയ്യിൽ നിന്നും ആ ഗോൾ എടുത്തുകൊണ്ട് ആഞ്ഞടിച്ചിരിക്കുന്നു. ഇതാ 16-ാമത്തെ ഗോൾ. നമ്മൾ ജയിച്ചു, നമ്മൾ ജയിച്ചു. നമ്മുടെ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം ടീം ജയിച്ചു. സൈമൺ ജെ നവോദയ പ്രൗഡ്ലി പ്രസന്റ്. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം 16-ാം ഭാഗം. അഴിമതിക്കാരടിച്ച 1-16 ഗോളുകൾക്ക് മാവേലി ഗോൾഡൻ കപ്പ് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം ഇത് കളി നീരാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ അടിച്ചുകൊണ്ട് ഇതാ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ മത്സരത്തിൽ മാവേലി ഗോൾഡൻ കപ്പ് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം 16-ാം വർഷവും കരസ്ഥമാക്കിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നത് അഴിമതി ടീമിനെ പരാജയപ്പെടുത്തിയ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം ടീം അഴിമതിക്കാരെ നോക്കിക്കൊണ്ട് അവരെ കളിയാക്കിക്കൊണ്ട് ആഹ്ലാദ തിമർപ്പിൽ ആടിപ്പാടി നൃത്തം ചവിട്ടുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ. പണ്ടൊരു രാമൻ കൈക്കോടാലി കാഞ്ഞു കൊടുത്തോരേറ് അത് ചെന്നു പതിച്ചൊരു ഗ്യാപ്പിൽ കടലിൽ പൊങ്ങിയതാണ് ഈ നാട്. അങ്ങനെ ഇങ്ങനെ ചുമ്മാ ചുളുവിൽ കിട്ടിയ കേരള നാട് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാരോ വാഴ്ത്തിയ നാട്. ഈ കേരള നാട്ടിൽ ജീവിക്കുന്നത് തക്കിട തരികിട കളിയാണളിയാ. തരികിട കളി ഇത് പിടിയില്ലെങ്കിൽ തീക്കളിയാകും ജീവിതം എന്തളിയാ. ഇവിടെ ഒന്നും കയ്യാങ്കളി, ഇതെന്തൊരു വയ്യാവലി. ഇവിടെ ഒന്നും കയ്യാങ്കളി, ഇതെന്തൊരു വയ്യാവലി. ഈ കേരള നാടിനെ ആകെ പടുകുഴിയിലിറക്കാനാണല്ലോ ഭരണക്കാര പലരും നാട്ടിൽ വന്നു. പല പീസായി മാറ്റി കുഴിച്ചു കൂടാനാണല്ലോ വകുപ്പ് പലതും വീതം വെച്ചു ഭരിച്ചു. ഒരുത്തൻ മൂടിപ്പിച്ചിട്ടൊരു വിധമാക്കി കോലം കെടുത്തി വച്ചേ. അടുത്തവൻ കേറി ചാളി വിളിയാക്കി അവനും പടിയിറങ്ങി. ഇത് കൂടെ കഥയാണറിയ ഇവിടെന്നും കയ്യാങ്കളി. ഇതെന്തൊരു വയ്യാവലി. ഇവിടെന്നും കയ്യാങ്കളി. ഇതെന്തൊരു വയ്യാവലി. പണ്ടൊരു രാമൻ കൈക്കോടാലി കാഞ്ഞു കൊടുത്തോരേത് അത് ചെന്ന് പതിച്ചൊരു ഗ്യാപ്പിൽ കടലിൽ പൊങ്ങിയതാണ് ഈ നാട്. അങ്ങനെ ഇങ്ങനെ ചുമ്മാ ചുളുവിൽ കിട്ടിയ കേരള നാട് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാരോ വാഴ്ത്തിയ നാട്. പട്ടാപ്പകൽ പോലും ഈ റോഡിൽ നടക്കാൻ പേടി. ഇറകെ വന്ന് സമ്മടി അടി തന്നാലോ. ബന്ദ് ദിവസം പോലും ഒരു ലിഫ്റ്റ് കൊടുക്കാൻ പേടി. പുറകിലിരുന്ന് പക്കിന് പണി തന്നാലോ. ആളങ്ങൾ മാറി കൊട്ടേഷൻ ടീം എട്ടിന്റെ പണി തന്നാലോ.
സിക്കിം, ഗോവ, ചിറാപുഞ്ചി, മേഘാലയ, ചളിക്കവട്ടം ചളിക്കവട്ടം അവിടെയൊക്കെ ലോട്ടറി ഉണ്ടോ? പൂട്ടാൻ രാജ, പൂട്ടാൻ റാണി, കുറെ പൂട്ടാൻ കാരണം മനുഷ്യനെ പൂട്ടുവോ? ഇത് നമ്മുടെ ലോണ് ജോണല്ലേ? ജോണ് ആരാ? ഞാനാ മാവേലി. അല്ല, ഇതൊരു മാഞ്ഞാലിയാ? മാഞ്ഞാലി അല്ല, മാവേലി. അതെ, മാവേലി. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയില്ലേ? പോയി. ഇപ്രാവശ്യം ഞാൻ വന്നതാ. അല്ല, നീ ഇപ്പോഴും ഈ ലോട്ടറി എടുത്ത് കൂട്ടുണ്ടല്ലോ, എന്നിട്ട് വല്ലത് അടിക്കുന്നുണ്ടോ? ഇടയ്ക്കടിക്കും, അടിക്കും, അങ്ങനെയൊക്കെ പോണു. അല്ല, നിന്റെ കണ്ണെന്തെങ്ങനെ വീർത്തിരിക്കണേ? 2-3 ആഴ്ചയായിട്ട് ഭയങ്കര ഉറക്കളപ്പള്ളായിരുന്നു മാവേലി. അതെന്താ, നിനക്ക് രാത്രിയിൽ എന്താ പണി? ലോകകപ്പ് നടക്കുമല്ലായിരുന്നോ? അവിടെ കളിച്ച പാർട്ടികൾ ആരൊക്കെയാ? ജർമ്മനി, ഇറ്റലി, ഗ്രീസ്, ഇംഗ്ലണ്ട്, ഗാന, പോർച്ചുഗൽ, റഷ്യ, ഉറുഗ്വ, ഫ്രാൻസ്, ബ്രസീലും കളിച്ചോ? ബ്രസീല് കളിച്ചോന്നാ? ബ്രസീലിന്റെ കളി കണ്ടവരുടെ കാര്യം. ബ്രസീലെ നിൻ കളി കാണാ. ബ്രസീലെ ജർമ്മനിയിൽ നിൻ ജയം കാണാ. ബ്രസീലെ ടിവിയുടെ മുമ്പിലായി പാതിരാത്രി കുത്തിയിരുന്നു. ഇവിടെ നിന്റെ ഫാൻസുകാർ കണ്ണു പിടിച്ചു കുത്തിയിരുന്നു. റൊണാൾഡോ കെതച്ചത് കണ്ടു, റൊണാൾഡീഞ്ഞോ ചീഞ്ഞത് കണ്ടു. പെറ്റുവച്ച കാശും പോയി, കൊള്ളതല മുട്ടയുമായി. ബ്രസീലെ അത് കൊള്ളാം. അയ്യോ, നീ എന്താ കളിയാക്കന്നെ? എന്റെ പൊന്നു മാവേലി, ഞാൻ മാവേലിനെ കളിയാക്കിയതല്ല. പിന്നെ മാവേലി കിടന്ന് ചിരിക്കണ, അപ്പൊ പിന്നെ ചിരി വരുമ്പോ എനിക്ക് ചിരിക്കണ്ടേ? പിന്നെ ഇവിടെ എന്താ വിശേഷം? ഇവിടെ വിശേഷം എന്നാന്നോ? ഇവിടത്തെ വിശേഷം ഒന്നും മാവേലി അറിഞ്ഞില്ലേ? ഇല്ലേ. എന്റെ പൊന്നു മാവേലി ശബരിമല. അയ്യേ, നീ എന്തെന്റെ ഈ ചെവിട്ടിലിട്ട് കാണിക്കണേ? ഒന്ന് ഉറക്കെ പറയടാ. എന്റെ പൊന്നു മാവേലി, അങ്ങനെ ഉറക്കെ പറയാൻ പറ്റിയ കാര്യമല്ല. അതെന്താ? ഇത് ശബരിമലയിലെ കാര്യമാ. ആ സംഭവം എനിക്കറിയാം. ഏതൊരു കന്നഡ നടി ശബരിമലയിൽ വന്നെന്നോ, തിക്കും തിരക്കും കാരണം ശ്രീകോവിലിൽ വന്ന് വീണെന്നോ, അയ്യപ്പനെ തൊട്ട അശുദ്ധമാക്കിന്നൊക്കെ അത് ഞാൻ അറിഞ്ഞു. എന്റെ പൊന്നു മാവേലി കേട്ടത് തെറ്റാ. ഈ ജയമാലിൻ എന്ന് പറയുന്ന തള്ള ശബരിമല എന്ന് പറഞ്ഞ ബസ് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കയറാൻ തുടങ്ങിയപ്പോ ജനത്തിരക്ക് മൂലം തെറിച്ച് എന്ന് ശ്രീകോവിൽ എന്ന് പറഞ്ഞ ബസ്സിലേക്ക് എന്ന് വീണ്. അതിന് ശബരിമലയ്ക്ക് കെട്ടുതെറിച്ചു പോയ ഒരു അയ്യപ്പന്റെ കാലിലേക്കാ ആ പെണ്ണുമ്പിള്ള ചെന്ന് വീണത്. അതിനു വേണ്ടിയിട്ട് ജയമാലിൻ എന്ന് പറയുന്ന തള്ള ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം വേണ്ടാന്ന് മാവേലി കേക്ക്. ശബരിമലയിൽ ജോത്സ്യൻ പ്രശ്നം വച്ചു. അപ്പോൾ മലയാകെ പ്രശ്നങ്ങൾ കൊണ്ടഭിഷേകം. മാലയിട്ടു ഭക്തരെത്തും സന്നിധാനത്തിൽ ജയമാല വന്ന് വീണതെങ്ങിനെ ആർക്കറിയാം? 20 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവമാ. ഇപ്പം വെറുതെ ഒരു തീ കുത്തിപ്പൊക്കിയ സംഗതിയാ. ആർക്കറിയാം സത്യം? ആർക്കറിയാം സത്യം? ശബരിമലയിൽ ജോത്സ്യൻ പ്രശ്നം വച്ചു. അപ്പോൾ മലയാകെ പ്രശ്നങ്ങൾ കൊണ്ടഭിഷേകം. മാലയിട്ടു ഭക്തരെത്തും സന്നിധാനത്തിൽ ജയമാല വന്ന് വീണതെങ്ങിനെ ആർക്കറിയാം? ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ തൊട്ടവൻ സൂക്ഷിച്ചു ജോണേ, ഇതാരീ ഒച്ചപ്പാടുണ്ടാക്കി പോണേ? മാവേലി ഒന്നും അറിഞ്ഞില്ല. മാവേലി ഇന്ന് ഹർത്താല, ജീവൻ വേണി പൊക്ക. ഹർത്താല? എന്താ കാരണം? എന്താ കാരണമൊന്നോ? കൊലയും നടക്കണ്ടായിരുന്നു. ആണോ? ഒരുത്തൻ വന്ന ചൊരത്തിനോട് ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് സൗകര്യമില്ല പറയാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഹർത്താല്. അതെന്തിനാ? ഏതാ പാർട്ടി?
നാട്ടില് ഹർത്താല് എങ്ങാണ്ടുള്ളൊരു തന്നെ ആരാണ്ടും തോണ്ടിന്നും പറഞ്ഞൊരു ഹർത്താല് പെട്ടെന്ന് കടയുടെ ഷട്ടറിട് കേട്ടിലെ നാട്ടില് ഹർത്താല് എങ്ങാണ്ടുള്ളൊരു തന്നെ ആരാണ്ടും തോണ്ടിന്നും പറഞ്ഞൊരു ഹർത്താല് വരണുണ്ട് ഇന്നും വഴി മുടക്കാൻ ഇന്നത്തെ കഞ്ഞികൂടി മുടക്കാൻ ഏതാണ് ആ പാർട്ടി ഒരു ഞാഞ്ഞൂല് പാർട്ടി ഏതാണ് ആ പാർട്ടി ഒരു ഞാഞ്ഞൂല് പാർട്ടി പെട്ടെന്ന് കടയുടെ ഷട്ടറിട് കേട്ടിലെ നാട്ടില് ഹർത്താല് എങ്ങാണ്ടുള്ളൊരു തല ആരാണ്ടും തോണ്ടിന്നും പറഞ്ഞൊരു ഹർത്താല് അവനവിടെ പോയി ജോണേ ഏ, ഞാനുടെ പുതിയ കൂട്ടുകാരൻ ഇത് അറിയില്ലേ ആരാ? ഇതാ മാവേലി. മാവേലിയെ പ്ലാവേലി അത് പോട്ടെ. നിനക്ക് ലോട്ടറി വില അടിച്ചോ ഇപ്പൊ? ലോട്ടറി ഒരെണ്ണം അടിച്ചടേ. എത്ര രൂപ അടിച്ചു? 30 രൂപ അടിച്ചു. 30 രൂപ അടിച്ചോ? പിന്നെ? എങ്കിൽ പിരിവെടുത്തേ. ഇരുവാ ആ പിരിവ് തരാൻ. എന്തൊരു എടാ നമ്മുടെ നേതാവ് ഇവിടെ വരുന്നുണ്ട്. നേതാവ് വരുമ്പോഴത്തേക്ക് അവിടെ അലങ്കരിക്കുകയൊക്കെ ചെയ്യണം. അതിനുള്ള പിരിവാ. 30 കൊല്ലമായിട്ട് ലോട്ടറി എടുക്കും. ഇപ്പഴാ ഒരെണ്ണം അടിച്ച 30 രൂപ. അത് ഞാൻ തരികയില്ല. പിരിവ് തരുന്നോ ഇല്ലയോ? എന്നാ 30 രൂപ. ആ അപ്പൊ പോരെ, വരട്ടെടാ. ആ. ആ. താൻ എന്തിനാ ജോണെ ആകെ കിട്ടിയ 30 റുപ്യ കൊടുത്തേ? എന്റെ പൊന്നു മാവേലി, ആ. അവർക്ക് പിരിവ് കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ആ. ട്യൂബ്ലൈറ്റിന് അടിച്ച് കണ്ണ് പൊട്ടിച്ചു കളയും. ഇവിടെ എന്തിനു പിരിവാ മാവേലി? പിരിവ് 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 രാഷ്ട്രീയ പിരിവ് പിരിവ് ബക്കറ്റുമായിട്ട് നടന്ന് തോന്നിയാസ പിരിവ് ആ പിരിവ് 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 രാഷ്ട്രീയ പിരിവ് പിരിവ് ബക്കറ്റുമായിട്ട് നടന്ന് തോന്നിയാസ പിരിവ് പണ്ട് ഗുജറാത്തിൽ ഭൂകമ്പം വന്നതിനും പിരിവ് എന്റെയോ കാലം കുറയായി എന്നിട്ടും തീർന്നിട്ടില്ല പിരിവ് കൊല്ലം മുമ്പ് സുനാമി വന്ന പേര് പിരിവ് എന്റെ അമ്മോ ആ പണമെല്ലാരും ചുളുവിലൊതുക്കിയെന്നാണ് അറിവ് ആ പിരിവ് പിരിവ് ഈ നാട്ടില് കംപ്ലീറ്റും പിരിവ് അയ്യോ ബക്കറ്റുമായിട്ട് നടന്ന് പണ്ടാര പിരിവ് ജോണെ മനുഷ്യനെ പേടിപ്പിക്കുക. ഏയ്. ആ ജോണെ ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി എങ്ങനെയാ? ഇവിടുത്തെ സ്ഥിതിയൊന്നും മാവേലിക്ക് അറിയാൻ പാടില്ലേ? ഇല്ലേ? എന്റെ പൊന്നു മാവേലി, ആ. ആ മീശയില്ലാത്ത ആളെ അറിയോ? ആ ജുബയൊക്കെ ഇട്ട് നടക്കണേ, തലമുടിയൊക്കെ നിറച്ച വയസ്സൻ. മനസ്സിലായി നമ്മുടെ ലീഡർ. ആ. ആളിപ്പോ എവിടെയാ? അതിപ്പോ ഏത് സ്ഥാനത്ത് അദ്ദേഹം? അദ്ദേഹം ഇപ്പൊ ഒരു സ്ഥാനത്തും ഇല്ല, പിന്നെ? അസ്ഥാനത്താ. ലീഡറേ ലീഡറേ ടേക്ക് ഇറ്റ് ഈസി ലീഡറേ പഴയ കളികൾ ഏൽക്കണില്ലേ ടേക്ക് ഇറ്റ് ഈസി ലീഡറേ കോൺഗ്രസിൽ നിന്നാലടങ്ങേറ് പക്ഷ ചേർന്നാലടങ്ങേറ് ഈ ഐസി തുടങ്ങിയ തടങ്ങേറ് ജാതകത്തിൽ എന്തോ തകരാറ് തപ്പിമോള് കറണ്ട് കട്ട ടേക്ക് ഇറ്റ് ഈസി ലീഡറേ പൊന്നുപുത്രൻ ഇലച്ചത് തോറ്റ ടേക്ക് ഇറ്റ് ഈസി ലീഡറേ സ്വന്തം പാർട്ടി തോറ്റതറിഞ്ഞ ടേക്ക് ഇറ്റ് ഈസി ലീഡറേ കേരളീയ എല്ലാം പഠിച്ച് ഒക്കെ നിർത്തു ലീഡറേ 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 ടേക്ക് ഇറ്റ് ഈസി ലീഡറേ പഴയ കളികൾ ഏൽക്കണ്ടില്ലേ ടേക്ക് ഇറ്റ് ഈസി ലീഡറേ അതെ, ആ കടയുടെ മുമ്പിൽ എന്തോ ഒരു തിരക്ക്. ഓണം സെയില? ഏയ് അല്ല മാവേലി, അത് ആളുകൾ ടി വി കാണണല്ലേ. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി കാണും. ഏതായാലും ഇത്രയും ചാനലുകളൊക്കെ ഉള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിൽ എന്ത് തട്ടിപ്പുണ്ടായാലും അപ്പൊ തന്നെ ജനങ്ങൾക്ക് അറിയാൻ പറ്റും. എന്റെ പൊന്നു മാവേലി, മാവേലിക്കൊന്നും അറിയാൻ പാടില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകാരുള്ളത് ചാനലിനകത്തല്ലേ. മാന്യ പ്രേക്ഷകർക്ക് എന്നും തോരൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് പങ്കെടുക്കുന്ന മിമിക്രി താരങ്ങൾ കോമളം ചങ്ങനാശ്ശേരി, സുരജ് അഞ്ചാലമ്മൂട്, തൃശൂർ ദിനേശൻ. ഇതിൽ വിജയിക്കുന്നവർക്ക് 10 ഗ്രാം സ്വർണവും ഒപ്പം സിനിമയിലേക്ക് ഒരു അവസരവും. പ്രോഗ്രാം ആരംഭിക്കുന്നു. എന്നും തോരൻ. അയ്യേ, എന്നും തോരൻ.
തോരൻ. ഇതാ ഈ പരിപാടിയുടെ കുഴപ്പം. ഒരു ദിവസം അവിയല്, ഒരു ദിവസം സാമ്പാർ, ഒരു ദിവസം മീൻകറി. അങ്ങനെ ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? എന്നും തോരനായ ജനങ്ങൾക്ക് ബോറടിക്കില്ല. എന്തേ? ഇന്ന് 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കോമളൻ ചങ്ങനാശ്ശേരി. അദ്ദേഹത്തിന് ലഭിക്കുന്നു 10 ഗ്രാം സ്വർണം. ഇതാ പിടിച്ചോ. എന്താണിത്? ഇത് സ്വർണം. സ്വർണ്ണോ? അല്ലേ സ്വർണം? അത് ശരി, തങ്കക്കടലാസിൽ പോയിട്ട് അണ്ണാച്ചി മിഠായി എന്നിട്ട് സ്വർണ്ണം. ചേട്ടാ തൽക്കാലം മിഠായി പിടിക്കേ, സ്വർണം തരാം. സ്വർണ്ണം തരാന്ന് പറഞ്ഞാൽ ശരിയാണോ ചേട്ടൻ? നാണാവൂലല്ലോ. 3-3.5 മണിക്കൂർ ഇവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞ് മിമിക്രി കാണിച്ചിട്ട് സ്വർണ്ണം തരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കണ. വീട്ടിൽ ചെല്ലാൻ പറ്റില്ല, സ്വർണ്ണം ചോദിക്കും. മര്യാദ സ്വർണ്ണം തന്നെ. ചേട്ടാ ഷർട്ടിന്ന് വിട്, ഞാൻ തരാം. ഞാൻ ഇപ്പൊ പറയാം. ഓടിക്കോ. അവൻ മുങ്ങി. ഈ പരിപാടിയുടെ പേര് എന്നും തോരൻ നല്ലിടണ്ടേ. ഞാനൊരു പേര് പറയട്ടെ, മുങ്ങും താരം. അയ്യോ, ആരോ ടിവിയിൽ കരയുന്നുണ്ടല്ലോ. ആരാത്? പുതിയ മ്യൂസിക് ഡയറക്ടറാണ്. പാടുന്നതാണാ കരയുന്നതാണാ ഞങ്ങൾക്ക് ഒരു പിടുത്തം ഇതുവരെ കിട്ടിയിട്ടില്ല. പേര് എം ഹരിചന്ദ്രൻ. ഇതാണ് യഥാർത്ഥ ശാസ്ത്രീയ സംഗീതം. അയ്യേ, ഇതിന്റെ പേര് ശാസ്ത്രീയ സംഗീതം എന്നല്ല, നവരസ സംഗീതം എന്നാ. അയാളുടെ മുഖത്ത് 9 ഭാവങ്ങളും വരുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഇടിവെട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ ഈശ്വരാ, ദേ ഒരുത്തൻ ടിവിയിൽ നിന്ന് റോട്ടിലേക്ക് ചാടിയല്ലോ. ചേട്ടാ, ഞാൻ ഇടിവെട്ട് എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്ന് വരികയാണ്. ചേട്ടനോട് ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? അതിനു മുമ്പ് നിന്നോട് ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിക്ക്. നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ തിണ്ടി. കാലത്ത് തന്നെ ഒരു പണിയില്ലാതെ മൈക്കായിട്ട് ഇറങ്ങും റോട്ടിലേക്ക് മനുഷ്യനെ വട്ടുപിടിപ്പിക്കാൻ. ഒന്ന് പോടോ. താൻ പോടോ. അല്ല പിന്നെ ചേട്ടാ ഒന്ന് നിന്നേ. എന്താണ്? ഞാൻ ഇടിവെട്ട് എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്ന് വരികയാണ്. അപ്പൊ ചേട്ടനോട് ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോകും. എനിക്ക് സമയമില്ലെന്ന്. ചേട്ടന് ഉത്തരം പറഞ്ഞാൽ സമ്മാനങ്ങളുണ്ട്. എന്നാ ചോദിക്കോ. കിക്കിലിക്കും കിലുകിലിക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. അയ്യോ, ഉത്തരം കിട്ടുന്നതിന് മുമ്പ് പാവം ചത്തുപോയല്ലോ. ഒരു ടിപ്പർ ലോറി അല്ലേ കേറി ഇറങ്ങി പോയത്. ഈ ആൾക്കാരെന്ത് ഇങ്ങനെ ഓടണേ? വല്ല പ്രശ്നമുണ്ടോ? അതെ ചേട്ടാ, എന്താണ്? എന്തിനാ ഓടണേ? എന്റെ പൊന്നു മാവേലി, ഒരു ടിപ്പർ ലോറി ആലപ്പുഴയിൽ നിന്ന് ഇപ്പൊ പുറപ്പെട്ടിട്ടുണ്ട്. 10 മിനിറ്റുള്ളിൽ എറണാകുളത്തെത്തും. ഓടിക്കോ. ഈ ടിപ്പർ ലോറികളെ ജനങ്ങളെ എന്തിനാ ഇത്ര പേടിക്കണേ? ടിപ്പർ ലോറിക്കാരെ നാട്ടാരെ കൊല്ലാതെ റോഡിലൂടെ നിങ്ങൾ പറക്കുമ്പോ പേടിയ പേടിയ പേടിയ. ടിപ്പർ ലോറിക്കാരെ ചുമ്മാ നാട്ടാരെ കൊല്ലാതെ ലോഡുമായി നിങ്ങൾ പറക്കുമ്പോ പേടിയ പേടിയ പേടിയ. കാലത്തെ കൂവി വിളിക്കണ ചാളക്കാരൻ ഈ ട്രാജഡിക്കൊരു കാരണം ഈ ലോറിയ. നാളെ കൊല്ലാൻ റോട്ടിലിറക്കിയ ലോറിയ ലോറിയ ടിപ്പർ ലോറിയ ടിപ്പർ ലോറിയ. യമധർമ്മന് ചിത്രഗുപ്തനൊരു ഓർഡർ നൽകി. 5000 ആളെ തട്ടാൻ ഓർഡർ നൽകി. അത് കേട്ടിട്ടൊന്ന് നടുങ്ങിയ പാവം കാലൻ ഉടനെ വയസ്സായ പോത്തിനെ
ഇപ്പോൾ ഈസിയായി റോഡിലിറങ്ങിയാൽ 100 ആളെങ്കിലും ഓക്കെയായി ആളെ കൊല്ലല് പുള്ളിക്ക് ഇപ്പോൾ ഈസിയായി റോഡിലിറങ്ങിയാൽ 100 ആളെങ്കിലും ഓക്കെയായി ടിപ്പറുമായി മൂപ്പര് നിത്യവും ഓട്ടമാ ഡ്രൈവർ വേഷം കെട്ടിയ മൂപ്പര് കാലന കാലന യമകാലന യമകാലന. നമസ്കാരം. മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്ന പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ ഈശ്വര, ഇത് പഴയ പരിപാടിയല്ലേ? ഇത് നിർത്തിയില്ലേ? എന്റെ പൊന്നു മാവേലി, ഇത് പുതിയ മുഖ്യമന്ത്രി വന്നപ്പോ പഴയ പരിപാടി വീണ്ടും തുടങ്ങിയതല്ലേ? ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പല്ലു തെച്ചിട്ടില്ലൊരിക്കലും തേക്കുകിൽ ഇനിയൊരിക്കലും. ഗുഡ് വാശി ഒരിക്കലും തേക്കാതിരിക്കട്ടെ. ദ വാശി ഓഫ് ദ ലൈഫ്, ദ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് കോർപ്പറേഷൻ. ഹലോ, ഇത് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പരിപാടിയല്ലേ? അതെ. മുഖ്യമന്ത്രി ഉണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് കൊടുക്കാമോ? കൊടുക്കാം, സംസാരിച്ചോളൂ. നമസ്കാരം സാറേ. നമസ്കാരം. ഇത് മുഖ്യമന്ത്രി തന്നെയാണോ? അതെ. ഇത് മുഖ്യമന്ത്രി അല്ലല്ലോ. ഇത് പറ്റിക്കണ പരിപാടിയാണ്. ഇത് മുഖ്യമന്ത്രി ഒന്നുമല്ല, ഡ്യൂപ്പിനെ വെച്ച് കളിക്കണോ? ഇത് മുഖ്യമന്ത്രിയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ ശബ്ദം അല്ല, അങ്ങേരുടെ സ്റ്റൈലും അല്ല. നമസ്കാരം. ഇപ്പൊ ശരിയായല്ല, മുഖ്യമന്ത്രി തന്നെ. പക്ഷെ സാറിന് പഴയ പോലത്തെ ഉഷാറൊന്നും ഇല്ലല്ല. എന്താണ്? ചോദിച്ചോളൂ. അതെ സാറേ, ഞാനേ ആ സ്വാശ്രയ കോളേജിന്റെ പ്രശ്നത്തെ കേൾക്കുന്നില്ല. അല്ല സാറേ, ആ സ്വാശ്രയ കോളേജിന്റെ എന്താ കേൾക്കുന്നില്ല? സാറേ, ആ സ്വാശ്രയ കോളേജിന്റെ പ്രശ്നം നിങ്ങൾ ഉറക്കെ പറ. ആ സ്വാശ്രയ കോളേജിന്റെ പ്രശ്നം കട്ടായി. എന്റെ പൊന്ന് സാറേ, സ്വാശ്രയ കോളേജ് എന്ന് അയാൾ തൊണ്ട അലറി പറഞ്ഞത് ഞാൻ കേട്ടല്ല. താൻ കേട്ടോ? കേട്ട്. എന്നാ താൻ മറുപടി പറ. ഞാൻ മറുപടി പറഞ്ഞു മടുത്തു. ഹലോ 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 ഹലോ, ഈ മുഖ്യമന്ത്രി സാറിനോട് ചോദിക്കുന്ന പരിപാടിയല്ലേ? അതെ അതെ അതെ. സാർ അവിടെ ഉണ്ടാ? ഉണ്ട്, കൊടുക്കാം. ഒന്ന് കൊടുക്ക്. സംസാരിച്ചോളൂ. ഹലോ. ഹലോ സാർ, ആ. ഒരുപാട് നേരം ട്രൈ ചെയ്യണേ. ആരാണ്? ഇവിടെ കിട്ടിയത് ആരാണ്? പുഷ്കരൻ, ആലപ്പുഴ. നമ്മുടെ ആളാന്ന് തോന്നുന്നു. സാറേ, സാറ് എന്താണ് സുഖമാണോ? സുഖം. സാറേ, ചായ കുടിച്ചാ? കുടിച്ചു. എന്തായിരുന്നു കടി? പുഷ്കര, നിന്റെ അമ്മയുടെ ആങ്ങളോടല്ല സംസാരിക്കണത്, മുഖ്യമന്ത്രിയോടാ. മര്യാദ സംസാരിക്ക്. ഇല്ലത് നമ്മുടെ ആളാ, ഞാൻ ഉറപ്പിച്ചു. സാർ, ആ. സാറ് ജയിച്ച് ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കുളിരൂരു കേസിന് VIP ആരാന്ന് പറയുമെന്ന് പറഞ്ഞില്ല? ആരാ സാർ അത്? ഇവൻ നമ്മുടെ ആളല്ല, മറ്റവരുടെ പാർട്ടിയാ. VIP ആരാന്ന് പറയണ്ട, VIP എന്താണെന്ന് അവനൊന്ന് പറഞ്ഞോളൂ. എഴുതിയെടുത്തോളൂ. VIP എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. എടാ പേഴ്സാ, അവനായിരുന്നല്ലേ? പുഷ്കര, എന്തോ? സമയം കളയല്ലേ, ഒരുപാട് പേര് വിളിക്കാനുള്ളതാണ്. അല്ല സാറേ, എനിക്ക് ഒരു കാര്യം കൂടി അറിയണം. സാറേ, സാറ് മുഖ്യമന്ത്രി സാറ് പോയാ? പറഞ്ഞോളൂ. സാർ അവിടെ ഉണ്ടല്ലേ? സാറേ, സാറ് പ്രതിപക്ഷമായിരിക്കുന്ന സമയത്ത് നല്ല ഉഗ്രൻ, നല്ല തീപ്പൊരി പ്രസംഗം നടത്തുമായിരുന്നല്ല. ഇപ്പൊ അങ്ങോട്ട് കേക്കണില്ല അതൊന്നും. സാറേ, അതുപോലത്തെ ഒരു പ്രസംഗം ഒന്ന് കാച്ചാമോ? പുഷ്കു, എന്താ? സാറിന് ഒരുപാട് ബിസിയുള്ള ടൈമാണ്, അതുകൊണ്ട് ഇപ്പൊ പ്രസംഗിക്കാറില്ല. പകരം മുമ്പ് സാറ് പ്രസംഗിച്ച ഒരു തീപ്പൊരി പ്രസംഗം ഇവിടെ ഇരിപ്പുണ്ട്, റെക്കോർഡ് ചെയ്തത്. അത് വേണേ കാണിപ്പിച്ചു തരാം. മതി മതി. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണം. അല്ല, സാറിന്റെ പ്രസംഗം ഉണ്ടല്ലേ, പിന്നെ എന്തിനാ വെടിക്കെട്ട്? അഴിമതിയല്ലേ അഴിമതി. ഈ തൊമ്മൻചാണ്ടി സർക്കാർ കാട്ടിക്കൂട്ടുന്ന അഴിമതി. സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ ഈ നാട് നശിക്കും. എക്സ്പ്രസ് ഹൈവേ ഉണ്ടാക്കിയാൽ കേരളത്തെ രണ്ടായി കീറേണ്ടി വരും. ഇത് അഴിമതിയാണ്, അഴിമതിയാണ്. പുഷ്കു, എന്താണ്? എങ്ങനെയുണ്ട്? വയറിഞ്ഞില്ലേ? കേട്ടുന്ന ഒരു ഉഗ്രം പ്രസംഗം. ഓക്കെ ഓക്കെ. സാറേ, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. പിന്നെ അവൻ നമ്മളെ കൊണ്ട് പോകും. മുഖ്യമന്ത്രി സാറ് പോയാ? പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്. സാറേ, ഈ പ്രസംഗം കേട്ടപ്പോഴാണ് സാറ് ഈ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴാണല്ലോ ഇത് സ്മാർട്ട് സിറ്റി നടപ്പിലാക്കൂല എന്ന് പറഞ്ഞത്. ഇപ്പൊ അതിനെ കുറിച്ച് ഒരു പദ്ധതിയൊക്കെ മുരുത്തിരിഞ്ഞു വരുന്നുണ്ടെന്ന് കേട്ടു, ശരിയാണോ? സ്മാർട്ട് സിറ്റി നമ്മൾ ഒരിക്കലും നടപ്പാക്കില്ല. നമ്മൾ അതിനു പകരം ഉഷാർ പട്ടണമല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. ഉഷാർ പട്ടണം. ഉഷാർ പട്ടണോ? അപ്പൊ അത് തന്നെയല്ലേ സ്മാർട്ട് സിറ്റി? സ്മാർട്ട് സിറ്റിയിൽ ഉഷാർ പട്ടണം? അല്ല, അതൊക്കെ പോട്ടെ സാർ. അപ്പൊ ഈ എക്സ്പ്രസ് ഹൈവേ നടപ്പിലാക്കാൻ പോകണ്ട. എക്സ്പ്രസ് ഹൈവേ ഒരിക്കലും നമ്മൾ നടപ്പിലാക്കില്ല. നമ്മൾ തെക്കു വടക്കു പാതയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ശരി. അപ്പൊ എക്സ്പ്രസ് ഹൈവേ മാറ്റിയിട്ട് തെക്ക് വടക്ക് പാതയാക്കി. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയില്. മനസ്സിലായി മനസ്സിലായി. പുഷ്കര, എന്തോ? നമുക്കിനി പിന്നെ സംസാരിക്കാട്ടാ. സാറേ, വെക്കല്ലേ വെക്കല്ലേ. ഇത്രയും വെച്ചത് പോരെ? അതല്ല, ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണ്? മുഖ്യമന്ത്രി സാറ് പോയാ? ഇവിടെ ഉണ്ട് പുഷ്കു. എവിടെ? ഒച്ചേക്കാണല്ല. ഇവിടെ ഉണ്ട്. മതി മതി മതി. എന്താ വേണ്ടത്? എനിക്കൊരു പാട്ട് വേണം. പാട്ടാ? സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി ഈ സന്ദർഭത്തിൽ സന്ദർഭം എന്ന ചിത്രത്തില് സന്ദർഭാനുയോജിതമായ ഒരു ഗാനം നിനക്ക് കാണിച്ചു തരാം. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു.
പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു. ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു. സിംഹം എങ്ങും മേഞ്ഞിരുന്നു. കൊള്ളാം കൊള്ളാം, നല്ല പാട്ട്. എന്തൊക്കെയായിരുന്നു ബഹളം, എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. മല പോലെ വന്നത് എലി പോലെയായി. പാലം കേറോളം നാരായണ, പാലം കേറി കഴിഞ്ഞപ്പോഴോ കൂരായണ. എന്നാലും എന്റെ അച്ചുമാമ 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 മുഖ്യനായൊരച്ചുമാമ. അച്ചുമാമ അച്ചുമാമ മുഖ്യനായൊരച്ചുമാമ. കരികിടകൾ കാണുമ്പോൾ ഒടക്കുന്നോരച്ചുമാമ. കുറയാറ്റു നോറ്റു നടന്ന് ഒരു സീറ്റിലേറിയിരുന്നു. ആന്തം വിട്ടുപോയൊരച്ചുമാമ. അച്ചുമാമ അച്ചുമാമ മുഖ്യനായൊരച്ചുമാമ. തരികിടകൾ കാണുമ്പോൾ ഒടക്കുന്നോരച്ചുമാമ. പണ്ടൊരു കൊടുവാള പലതും വെട്ടി നിരത്തിയവന. പല പല മലകേറി കെടുതികൾ കണ്ടുപിടിച്ചവന. പണ്ടൊരു കൊടുവാള പലതും വെട്ടി നിരത്തിയവന. പല പല മലകേറി കെടുതികൾ കണ്ടുപിടിച്ചവന. മലമുഴ ജയിച്ചിട്ട് മലയിപ്പം മറിക്കുന്നു മലയാളി കരുതിയ മാമ. സ്വന്തം പാർട്ടിക്കാര് തന്നെ ഇപ്പൊ കയ്യും കാലും പൂച്ചിക്കെട്ടി ചെയറും മേലിരുത്തിയ മാമ. എന്തു പറ്റിപ്പോയി അച്ചുമാമ. അച്ചുമാമ അച്ചുമാമ മുഖ്യനായൊരച്ചുമാമ. തരികിടകൾ കാണുമ്പോൾ ഒടക്കുന്നോരച്ചുമാമ. അഴിമതി കണ്ടപ്പോൾ പണ്ട് വിരളി പിടിച്ചവന. പീഡന കാര്യങ്ങൾ അറിഞ്ഞപ്പോ കേസ് കൊടുത്തവന. അഴിമതി കണ്ടപ്പോൾ പണ്ട് വിരളി പിടിച്ചവന. പീഡന കാര്യങ്ങൾ അറിഞ്ഞപ്പോ കേസ് കൊടുത്തവന. ആ പീഡന കേസിലെ VIP ആരെന്ന് പറയാമെന്നേറ്റൊരു മാമ. ഇപ്പോഴിരിക്കണ ചെയറെപ്പ തെറിക്കുന്നു പേടിച്ചിട്ട് പറയാതെ ഇരിക്കല്ലേ മാമ. പേടി വേണ്ട മാമ അച്ചുമാമ. അച്ചുമാമ അച്ചുമാമ മുഖ്യനായൊരച്ചുമാമ. അച്ചുമാമ അച്ചുമാമ മുഖ്യനായൊരച്ചുമാമ. തരികിടകൾ കാണുമ്പോൾ ഒടക്കുന്നോരച്ചുമാമ. ജനമാറ്റു നോറ്റു നടന്ന് ഒരു ധീരഭരണം കാണാനിപ്പോ മിണ്ടാൻ പറ്റാതായോ അച്ചുമാമ. അച്ചുമാമ അച്ചുമാമ മുഖ്യനായൊരച്ചുമാമ. തരികിടകൾ കാണുമ്പോൾ ഒടക്കുന്നോരച്ചുമാമ.
അല്ല ആമിനത്താത്തയുടെ വീട്ടിൽ എന്താ ഇത്ര ബഹളം? ആമിനെയും ബീരാനും തമ്മിലുള്ള വഴക്ക് ഇപ്പോഴും ഉണ്ടോ ടൂപ്പേ? ഇപ്പൊ ബീരാൻ എല്ലാം അലമ്പ് നിർത്തി മരപ്പണി തുടങ്ങി. വീട്ടിൽ തന്നെയാ വർക്ക്. അല്ല ഇതാര് മാവേലിയാ? ഇതെപ്പ വന്ന്? ഓണല്ലേ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. വന്ന് തല്ലുകൊണ്ടിട്ട് പോകാന്ന് പറ. അതല്ലേ മാവേലിയുടെ ഒരു പതിവ്. അതെനിക്കിഷ്ടായി. ഇത്തരം തമാശ കൊള്ളാലോ. കൊല്ലുന്നുണ്ട് നമ്മൾ ഇന്ന് കൊന്നു കുഴിച്ചു മൂടും ശൈത്താനെ. എന്താ ബീരാനെ ആരീ വഴക്ക് പറയണേ? അല്ല വന്നല്ല മാവേലിക്കറിയാമോ നമ്മുടെ പണി സാധനങ്ങൾ എടുത്താണ് പിള്ളേര് ഇപ്പൊ കളിക്കുന്നത്. നമ്മുടെ ഇളയ പുള്ളിയുണ്ടല്ല ആ കോളേജിൽ പോണ ചുക്കൂറ്, അവന് കൃതാവ് ഷേപ്പ് ചെയ്യാൻ വേറെ ഒന്നും കിട്ടിയില്ല. നമ്മുടെ ബീജുളിയെ അല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ പാഷനുള്ള ഈ ബീജുളി പോലെ കൃതാവ് വെക്കണത്. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭ്രാന്താണ്. അല്ല പോട്ടെ, മാവേലി ഒന്ന് തടിച്ചിട്ടുണ്ടല്ല, നല്ലൊരു പൊടിയായിട്ടുണ്ട്. അറുത്തെടുത്ത 3-4 കട്ടിലക്ക് 5-6 കഥകിനുള്ള പലക ഇട്ടൂട്ടാ. വാ അറുത്തിട്ട് പോകാം. എന്താ പറയണേ? അല്ല അകത്തേക്ക് പോകാന്ന്. കുറച്ച് ചിന്തേറ് പൊടി വറുത്തത് 1 ഗ്ലാസ് ചായയും കുടിച്ചിട്ട് പോകാം. ഓണമൊക്കെ അല്ലേ. തിരുമേനി ബീരാൻ വാതിലിൽ കൊത്തുപണി ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ? എന്തൊരു നല്ല കലാകാരൻ. എവിടെ? ഇത് കൊള്ളാലോ. ബീരാനെ ഇതാരെ ഈ കരിമ്പ് കടിച്ചു പിടിച്ചിരിക്കണേ? കരിമ്പ് കടിച്ചു പിടിച്ചേക്കണ? അത് കരിമ്പ് കടിച്ചു പിടിച്ചേക്കണ അല്ലാതെ പിന്നെ ശ്രീകൃഷ്ണൻ ഓടക്കൊല്ലു ഊതുന്നതാണ്. അയ്യേ, ചിലപ്പോ കൊത്തി വന്നപ്പോ അങ്ങനെ ആയിപ്പോയതായിരിക്കും. നല്ല കലാകാരൻ. അല്ല ബീരാനെ പണി ഇപ്പൊ എങ്ങനെയുണ്ട്? പടച്ചോന്റെ കൃപ കൊണ്ട് നല്ല തിരക്കാണിട്ട. ഒരു സ്ഥലത്ത് പണിക്ക് പോയാൽ അവര് എന്നും വന്ന് വിളിക്കും. പണിക്ക്? അല്ല വാപ്പാക്ക്. അപ്പൊ പണിക്ക് ആരും വന്ന് വിളിക്കാറില്ലേ? പണിക്കാരും വന്ന് വിളിക്കാറില്ല. പണിഞ്ഞ പണിയുടെ കംപ്ലൈന്റ് തീർക്കലാണ് 5-6 മാസമായിട്ടുള്ള പണി. ആട്ടെ, ആമിനിപ്പ എന്ത് ചെയ്യുന്നു? അവളിപ്പോ ജോലിക്കൊന്നും പോണില്ലേ? പിന്നെ കഴിഞ്ഞ 6 മാസമായിട്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ പോവല്ലേ. എന്നിട്ട് പഠിച്ചോ? ഇവളൊന്നും പഠിച്ചില്ല. കമ്പ്യൂട്ടർ കുറെ കാര്യങ്ങൾ പഠിച്ചു. എന്ത്? ഈ നാട്ടിലുള്ള ആൾക്കാരുടെ ചരിത്രം. അവൾ അവിടെ പോയത് പരദൂഷണം പറയലല്ലേ പണി. അല്ലോ പരദൂഷണം അല്ല മാവേലി, ചാറ്റിംഗ് ആണ്, ചാറ്റിംഗ്. ഭാര്യക്ക് ചാറ്റിംഗ്, ഭർത്താവിന് ചീറ്റിംഗ്. നല്ല ബെസ്റ്റ് ഫാമിലി. അങ്ങനെ പറയരുത്. ചീറ്റിംഗ് അല്ല, നമ്മൾ ചെയ്യണ ചില പണികൾ ചീറ്റി പോണതാണ്, അല്ലാണ്ട് നമ്മൾ അറിഞ്ഞ് ചീറ്റ് ചെയ്യണല്ലത്. നിങ്ങൾ ഒരുമാതിരി ചീറ്റിക്കണ വർത്താനം ഞമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടാ. അവള് ചീറ്റാൻ തുടങ്ങി. മാവേലി കേൾക്കാൻ വേണ്ടിട്ട് പറയാണ്. ഈ അടുത്ത ദിവസം മോഹൻലാലിന്റെ ഒരു സിനിമ ഇറങ്ങിയല്ലേ, രസോ സാമ്പാറാ പുളിശ്ശേരി അങ്ങനെ രസതന്ത്രം. അത് തന്നെ രസതന്ത്രം. ആ പടം കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ മരപ്പണി പഠിക്കണമെന്നും പറഞ്ഞ് ഹാലങ്ങടെ ഇളകിയത്. അതെന്താ? അതിനകത്തൊരു പെണ്ണുണ്ടല്ല, എന്താണ് അവക്കടെ പേര്? മീര ജാസ്മിൻ. അവൾ ആ പടത്തിൽ കുളിക്കുമ്പോ മോഹൻലാൽ വന്നിട്ട് ഒളിഞ്ഞു നോക്കണ ഒരു സീനുണ്ട്. അത് കണ്ടതും എനിക്ക് മരപ്പണി പഠിക്കണം എന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് ഉള്ള. അത് മാത്രല്ല മാവേലി, നമ്മുടെ തൊട്ട് വടക്കേ വീട്ടിലെ ജമീലയുടെ മോക്കടെ മോത്ത് ഒരു മീശ ഒട്ടിച്ചിട്ട് ഞമ്മടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഒരു പരിപാടി ഇങ്ങനെ നടത്തി. അത് ഞമ്മള് കയ്യോടെ പിടികൂടി. ഞമ്മക്കപ്പളേ മനസ്സിലായി ഇത് രസതന്ത്രമല്ല, ഇങ്ങേരുടെ തന്ത്രമാണെന്ന്. നിർത്തടി. സിദാൻ തല കൊണ്ടിടിച്ച പോലെ നിന്റെ നെഞ്ചും കൂടി ഒറ്റ ഇടി വെച്ചതാണ്ടില്ല. നീ ജർമ്മനി പോയി കിടക്കും ശൈത്താനെ. എന്താ ബീരാനിത്? ഇതെന്താ ബീരാന്റെ തലയിൽ ഒരു മുഴ? ചിലപ്പോ മുഴക്കോല് കൊണ്ടതായിരിക്കും. അതായി മുഴ. അതല്ല മാവേലി, നമ്മള് പറയാ പ്രേമം തലക്കടിച്ചതാണ്. പ്രേമം തലക്കടിച്ചോ ഈ പ്രായത്തിലോ? അതല്ല, നമ്മൾ പറഞ്ഞു തരാം. ഇന്നാളെ ഒരു തമിഴൻ വീട്ടിൽ വന്ന് കുറച്ച് മരം വേണമെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ കുറച്ച് ബീട്ടിയുടെ കാതിലിരിപ്പുണ്ടായിരുന്നേ. നമ്മൾ അതുമായിട്ട് അവന്റെ വീട്ടിൽ ചെന്നപ്പോ അവന്റെ പെണ്ണുമുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവളോട് ചോദിച്ചു, അതെ നമ്മുടെ കയ്യിൽ കാതലുണ്ട്, അങ്ങോട്ട് തരട്ടേന്ന്. കാതലെന്ന് പറഞ്ഞ തമിഴില് പ്രേമമാണെന്ന് നമ്മൾ ഓർത്തില്ല മാവേലി. കുണ്ടോയ കാതിൽ കൊണ്ടാണ് ആ പെണ്ണുമുള്ള തലക്കടിച്ചത്. അതാണ് നമ്മൾ പറഞ്ഞത് പ്രേമം തലക്കടിച്ചെന്ന്. അത് കൊള്ളാം. ഇപ്പൊ മുഴ ചെറുതായതല്ലേ, പഴനിമല പോലെ നിക്കല്ലായിരുന്ന. അതെത്ത ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കുറച്ചു പേര് അവിടെ കൂട്ടം കൂടി നിന്ന് കരയുന്നുണ്ടല്ലോ, എന്താ അവിടെ വിശേഷം? അത് പൈപ്പിൻ ചോട്ടിൽ വെള്ളം കാത്ത് നിൽക്കണതാ. പൈപ്പ് മയ്യത്തായിട്ട് 4-5 ദിവസമായില്ലേ. എടി അത് പൈപ്പ് മയ്യത്തായതല്ല, നമ്മുടെ ഐപ്പിന്റെ മോൻ സോളമൻ മയ്യത്തായന്റെ ഏജ് കൂടാമെന്ന ആൾക്കാരാണ്. അല്ല ഈ സോളമോൻ എങ്ങനെ മരിച്ചേ? എന്റെ മാവേലി അതൊരു വലിയ കഥയാണ്. നമ്മൾ അതൊരു കവിതയായിട്ട് പാടാം. ഇളയ മോളുടെ കല്യാണോ, കളമശ്ശേരിയിലെ സോളമനുമായി കല്യാണോ, വളഞ്ഞ വഴിക്ക് നടന്ന പെണ്ണാണെന്നാലോ കണ്ടപ്പ സോളമൻ അവളെ പിടിച്ചു നല്ലോണോ. ഇളയ മോളുടെ കല്യാണം
കളമശ്ശേരിയിലെ സോളമനുമായി കല്യാണം. ഹോളിവുഡ് ഹോട്ടലിലെ സപ്ലയറ സോളമൻ മോളിലൊരു റൂമിൽ വെച്ച് കണ്ടതാണ് മോളിയെ. ഒരു ഹോളിഡേയിൽ ജോളിയായി മോളി എന്ന പെൺകൊടി നാലാങ്ങളമാരൊത്തു വന്നു മുറിയെടുത്തു ഹോട്ടലിൽ. ഹോളിലുള്ള റൂമിൽ എന്ത് ജോലിയാ, അത് ഹോളിലൂടെ നോക്കി നിന്നു സോളമൻ. അന്ന് ഹോളിലൂടെ കണ്ട മോളിയാണവന്റെ നവവധു, സോളമന്റെ നവവധു. ചാളമേരിയുടെ ഇളയ മോളുടെ കല്യാണം, കളമശ്ശേരിയിലെ സോളമനുമായി കല്യാണം. മൂന്നാറില് ടൂറ് പോകാൻ ധൃതി കൂട്ടി മോളിമോൾ മറിമറിയായി കാറിലേറി പറന്നു ജോഡികൾ. താമസിക്കാൻ റൂമ് കെട്ടി തോമസിന്റെ ഹോട്ടലിൽ പഴയാങ്ങളമാർ തൊട്ടടുത്ത മുറിയെടുത്തു പാനില്. മോളി എന്റെ പ്രാണനെന്ന് ആണയിട്ടു സോളമൻ. അവന്റെ പ്രാണനെടുക്കാൻ അടുത്ത റൂമിൽ പാനിടുന്നു 4 പേർ. പിറ്റേന്ന് പ്രാണൻ പോയി വഴിയരികിലും മരിച്ചു കിടന്നു പ്രിയതമൻ. സ്വന്തം പ്രിയതമയുടെ കൊല്ലച്ചതി ചട്ടുപട്ടയെന്ന് നടത്തിയൊരു കല്യാണം. അവന്റെ കുടുംബക്കാര് മുഴുവൻ എതിർത്ത കല്യാണം. സോളമന്റെ വാശിയാണ് ഈ കല്യാണം. ഇപ്പോൾ അവന് തന്നെ നാശമായ കല്യാണം. ഓ കല്യാണത്തിന് തിന്നാൻ പറ്റില്ല നല്ലോണം, ഏഴിനെങ്കിലും നല്ലോണം പോയി തിന്നണം. കല്യാണം കിളി കല്യാണം, 16 കിളി 16 തിന്നേണം, തിന്നേണം, അയ്യോ നല്ലോണം പോയി തിന്നേണം. എലിഫന്റ് ഹെഡോളം പട്ടർത്ത രാമടാ, ഹാപ്പി ശ്രീകൃഷ്ണ റണ്ണിവാടാ. സാറേ സാറേ ഇംഗ്ലീഷ് വിദ്വാൻ പി.ടി. ചിമ്രാൻ. പി.ടി. ചിമ്രാനോ? പീതാംബരൻ. ഓ അതിന് ഇംഗ്ലീഷാണോ പി.ടി. ചിമ്രാൻ? യുവർ നെയിം പ്ലീസ്? കുറുപ്പ്. കേയുറുപ്പ്. ഓ അപ്പൊ എന്റെ പേര് ഇംഗ്ലീഷിൽ അങ്ങനെയാണല്ലേ? യെസ്, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? മൈ ഗോഡ്, ഐ ഒരു കാര്യം മറന്നു. ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്, ആൻഡ് അബൌട്ട് ഹാൻഡ്, ആൻഡ് സിറ്റ് ഡൗൺ ആൻഡ് ഗോ ഡൗൺ. വാട്ട് ഈസ് യുവർ ടെൽസ് ഈസ് പ്രോബ്ലം? സാറേ വേറൊന്നുമല്ല, ഞാൻ ഈ കളയാൻ പബ്ലിക്കേഷൻസ് വരികയാണ്. കളയാൻ പബ്ലിക്കേഷൻസ്? ഐ ഡോണ്ട് ഹിയർ കളയാൻ പബ്ലിക്കേഷൻസ്. സാറേ സൂരജ് പബ്ലിക്കേഷൻസിന് തൊട്ട് പുറകിലിരിക്കുന്നതാണ്. സൂരജ് പബ്ലിക്കേഷൻ, അജിജി പബ്ലിക്കേഷൻസ് ഐ സെവറൽ ടൈംസ് ഹെഡ്. സാറേ ബട്ട് ഐ ഡോണ്ട് ഈ കളയാൻ പബ്ലിക്കേഷൻ. അല്ല സാറേ, ഈ സൂരജ് പബ്ലിക്കേഷൻസ് നിന്ന് വേസ്റ്റ് ആയിട്ട് വരുന്ന പുസ്തകം പുറത്തോട്ട് കളയുമല്ലോ. അപ്പൊ ഞങ്ങൾ ഇത് എടുത്തോണ്ട് പുറത്തുകൊണ്ട് വിൽക്കും. ദാറ്റ് ഈസ് കളയാൻ പബ്ലിക്കേഷൻ. ഗുഡ് നെയിം. സാറേ ഇപ്പൊ ഞാൻ വന്നതേ വേറൊരു കാര്യത്തിന്. Tell me. അതായത് ഇപ്പൊ ഈ എല്ലായിടത്തും ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി പോയി. ഇംഗ്ലീഷ് മീഡിയം ഇൻക്രീസ്, ബട്ട് മലയാളം മീഡിയം ഡിഗ്രീസ്. ഓ അതെ അതെ. എന്താ സാർ അതെ? ഇംഗ്ലീഷ് മീഡിയം വളർന്നുകൊണ്ടിരിക്കുന്നു, മലയാളം മീഡിയം പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് ഇംഗ്ലീഷ് അങ്ങനെയാണല്ലേ? സാറേ എന്റെ വിഷയം അതല്ല സാറേ. പഴയതുപോലെ മലയാളം പുസ്തകം ഒന്നും ചെലവാകും. ആര് പറഞ്ഞു മലയാളം പുസ്തകം ചെലവാകുന്നില്ലെന്ന്? മാലിനി, ശാലിനി, മണവാട്ടി, പ്രീതമ, കാന്താരി എല്ലാം ചെലവാകുന്നുണ്ടല്ലോ. ഏത് പുസ്തകം? കൊച്ചു പുസ്തകം കണ്ടില്ലേ? ഇവിടെ കുറച്ച് കിടപ്പുണ്ട്, അലമാരിയിൽ വേറെ കിടപ്പുണ്ട്. അയ്യേ, ഞാൻ ആ സൈസ് പുസ്തകമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഏത് പുസ്തകമാണ്? ഞാൻ ഉദ്ദേശിച്ചത് ഈ പഴഞ്ചൊല്ലുകളില്ലേ? ബനാന ടോക്ക്. അതെന്താണ്? ബനാന പഴം, ടോക്ക് ചൊല്ല്. ബനാന ടോക്ക് പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ല് ഇംഗ്ലീഷാണോ? പിന്നെ എന്റെ പൊന്നു സാറേ, സാറാണ് ഈ കാര്യത്തിൽ ഇംഗ്ലീഷിൽ ഉസ്താദെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സാറിന്റെ അടുത്ത് തന്നെയാ വന്നത്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഐ ആം വെരി ബിസി. അപ്പൊ സാർ ഈ പഴഞ്ചൊല്ലെല്ലാം ഒന്ന് ഇംഗ്ലീഷ് ആക്കി തരാമോ സാറേ? മലയാളം പോലെ പഴഞ്ചൊല്ല് അറിയാലോ? എല്ലാം എനിക്കറിയാം. പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പഴഞ്ചൊല്ല് മലയാളത്തിൽ അങ്ങോട്ട് പറയാം, സാർ അതിന്റെ ഇംഗ്ലീഷ് ഇങ്ങോട്ട് പറഞ്ഞു തരാം. ഓക്കെ പറഞ്ഞോളൂ. ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്തും കിടക്കാം. ഇഫ് ദ യൂണിറ്റി ഉലക്ക ഈസ് ബെഡ്. ഓഹോ, അപ്പൊ വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കണ്ട എന്നെങ്ങനെ പറയും? വെടിക്കെട്ടുകാരന്റെ പട്ടി. ഡോഗ് ഓഫ് വെടിക്കെട്ട് മാൻ, ഡോണ്ട് എഫ്രൈഡ് ബാൻസെറ്റ് ബീറ്റ്സ്. വെരി വെരി സിമ്പിൾ. അപ്പൊ ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നുള്ള എങ്ങനെ പറയും? പുത്തനച്ചി. പുത്തൻ മീൻസ് ന്യൂ, അച്ഛൻ മീൻസ് ഫാദർ. അപ്പോ ഫാദർ എന്ന് പറയുമ്പോൾ അച്ചി. ന്യൂ ഫാദർ ക്ലീനിങ് ദ ഹൗസ് ടോപ്പ്. ഓൺലി ബെഡ്റൂം, ബാത്റൂം, കിച്ചൺ, ടോയ്ലറ്റ് ഓൾറെഡി ക്ലീനിങ്. ഓക്കെ സാർ. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. ഈനാമ്പേച്ചിക്ക് ടു ദ ഈനാമ്പേച്ചി, ഗുഡ് ഫ്രണ്ട് ഓഫ് ദ വുഡ് ഡോഗ്. വുഡ് മരം, ഡോഗ് പട്ടി, മരപ്പട്ടി. ഓ അത് ശരി. വെരി സിമ്പിൾ. അമ്മയ്ക്ക് പ്രസവ വേദന, മകൾക്ക് വീണ വായന, ഇതെങ്ങനെ പറയും? മദർ ഈസ് ഡെലിവറി പെയിൻ സം ടൈം, ഡോട്ടർ ഗിറ്റാർ പ്ലേയിങ്. സാറേ ഈ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. കേട്ടോളൂ. ഓൾഡ് മെൻ സേയിങ് മുതു ഫ്രൂട്ട്, ഫസ്റ്റ് ടൈം ബാഡ് ടേസ്റ്റ് ആഫ്റ്റർ സ്വീറ്റ് ടേസ്റ്റ്.
മുതു ഫ്രൂട്ടോ? മുതു നെല്ലിക്ക, മുതു ഫ്രൂട്ട്. ഓ അങ്ങനെ. Very simple. സാറേ പട്ടിയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും നിവരില്ല. ഓക്കെ കേട്ടോളൂ. ഡോഗ് ടെയിൽസ് 12 years put into the PVC pipe, no straight. തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല. മദർ ലെഗ് പഞ്ച്, ചൈൽഡ് നോട്ട് ഡാമേജ്. വാ കീറിയ ദൈവം ഇരയും തരും. മൗത്ത് വായ, മൗത്ത് ഓപ്പറേറ്റഡ് ഗോഡ്, ഫുഡ് ഓടിയെടുത്ത തട്ടുകട. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. വെരി സിമ്പിൾ. അതർ സൈഡ് സ്റ്റാൻഡിങ്, ഇതർ സൈഡ് ഫുൾ ഗ്രീൻ. ഇതർ സൈഡ് സ്റ്റാൻഡിങ്, അതർ സൈഡ് ഫുൾ ഗ്രീൻ. ആട് കിടക്കുന്നിടത്ത് പൂട പോലുമില്ല. വെരി സിമ്പിൾ. ഗോഡ്സ് സ്ലീപ്പിംഗ് സൈഡ്, നോട്ട് സീ ദ പൂട. ഓ അമ്മ വേലി ചാടിയാൽ മകള് മതില് ചാടും. മദർ ജമ്പിങ് സ്മോൾ ബേലി, ബട്ട് ഡോട്ടർ ജമ്പിങ് ബിഗ് ബേലി. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. സാൾട്ട് ഈറ്റിംഗ് മാൻ കമ്പൾസറി ഡ്രിങ്കിംഗ് വാട്ടർ. അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുട പിടിക്കും. നോ മണി മാൻ അറ്റ് 12 o'clock catching the umbrella. അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. ഫാദർ ഓൺ ബ്രാഞ്ചസ്, മദർ ഓൺ ലൈനത്ത്. ലൈനത്താ? ലൈൻ വര, ലൈനത്ത് വരമ്പത്ത്. ഓണത്തിനിടയ്ക്ക് പൂട്ട് കച്ചവടം. വെരി വെരി ഫേമസ് കാസറ്റ് നെയിം. ഓണത്തിനിടയ്ക്ക് പൂട്ട് കച്ചവടം. കേട്ടോളൂ. മിഡിൽ ഓഫ് ഓണം സ്റ്റീം കേക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഓക്കെ സാറേ, വളരെ ഉപകാരമുണ്ട്. താങ്ക് യു, താങ്ക് യു. സാറേ ഈ പുസ്തകത്തിന്റെ പ്രകാശന സമയത്ത് സാറിനെ ഞങ്ങൾ വിളിക്കും. നോ നോ നോ, ഐ വിൽ നോട്ട് കം ദേർ. ഐ ആം പേഷ്യന്റ്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഫുൾ റെസ്റ്റ് എടുക്കണം. നിങ്ങൾ പുറത്തൊന്നും പോകരുത്, വെയിൽ കൊള്ളരുത്, മഴ കൊള്ളരുത്. നിങ്ങൾ ഒരിക്കലും ഇനി പണിക്ക് പോകരുത്. നിങ്ങൾ വീടിനകത്ത് ഇരുന്നോളൂ. നിങ്ങളുടെ ഭാര്യ പണിക്ക് പോയിക്കോളും, അല്ലെ മക്കൾ പണിക്ക് പോയിക്കോളും. നിങ്ങൾ പുറത്തിറങ്ങരുത്. ശരീരം അനങ്ങരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഐ ആം ഫീവറിംഗ് ഫ്രം സഫറിംഗ് ആൻഡ് കോൾഡ്, അറ്റാക്ക് സ്റ്റൊമക്സ് ആൻഡ് പെയിൻ ആൻഡ് ബോഡി പെയിൻ, പക്കുവേദന, തൊക്കുവേദന, അങ്ങനെ മൊത്തത്തിൽ എനിക്കൊരു പെയിൻ ആണ്. എന്താ സാർ ഇപ്പൊ അസുഖം എന്താണ്? പനിയാണ്. എന്തോ പനിയാണെന്ന് എനിക്കറിയില്ല. മലമ്പനിയാണോ ഇതു വല്ല മലമ്പനിയാണോ? ഡെങ്കിപ്പനിയാണോ അല്ലേ വല്ല ജപ്പാൻജ്വരമാണോ? പൂച്ച എന്താണെന്നെ സൂക്ഷിച്ച് നോക്കണ ഡെങ്കിപ്പനിയാണോ? കോഴി എന്താണപ്പാ കൊത്താനായി വന്നത് പക്ഷിപ്പനിയാണോ? ആ പന്നിപ്പനിയാണോ അല്ലെങ്കിൽ വാദപ്പനിയാണോ? ഉള്ളപ്പനിയാണോ അല്ലെങ്കിൽ കള്ളപ്പനിയാണോ? കൊച്ചിയല്ലേ ബെസ്റ്റ് സിറ്റിയല്ലേ, ഞാൻ ചുറ്റിയടിക്കുവാൻ വന്നതല്ലേ. ഒരു മോസ്കിറ്റോ വന്നെന്റെ നെറ്റിക്കിരുന്നിട്ട് പട്ടി കടിക്കണ പോലെ കടിച്ചെന്റെ ഒറ്റ കുപ്പിച്ചോര ഊട്ടി കുടിച്ചപ്പോൾ ഒറ്റക്കിരുന്നു ഞാൻ ഞെട്ടിത്തെറിച്ചതും. മലമ്പനിയാണോ അല്ലേലത് വൈറൽ പനിയാണോ? ഡെങ്കിപ്പനിയാണോ അല്ലേ വല്ല ഡോങ്കിപ്പനിയാണോ? പണ്ട് ഒരു പട്ടി ഒന്ന് കമ്മിയാൽ ഉടൻ കുത്ത്. ഇന്ന് ഒരു കോഴി ഒന്ന് തിന്നാൽ ഉടൻ ഡെത്ത്. കൊല്ലാപ്പ് വലിയ കൊല്ലാപ്പ്, നാട്ടിൽ നീ പനി കൊല്ലാപ്പ്. ഒലിവു തരക്കലം ദ്വീപ് കഴിച്ചവൻ കാടി വെള്ളം കണ്ടാൽ മോതി കുടിക്കുന്നു. പാടത്തെ പുല്ലൊക്കെ വെട്ടി വീഴുന്നു, വീട്ടിനിറങ്ങി തൊഴുത്തിൽ കിടക്കുന്നു. ഭ്രാന്തി പശു രോഗം, അവനിപ്പ ഭ്രാന്തി പശു രോഗം. എന്ത് കഴിച്ചാലും എന്തെങ്കിലും രോഗം വരും കാലം. മലമ്പനിയാണോ ഇതുവല്ല മലമ്പനിയാണോ? ഡെങ്കിപ്പനിയാണോ അല്ലേ വല്ല ജപ്പാൻജ്വരമാണോ? അല്ല ഇതാരും മാവേലി എളിയനാ? അളിയാ മാവേലി എളിയാ. അളിയനെന്തിനാണ് ഈ പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങണത്? അതെ സലീമേ, എല്ലാ തവണയും കേരളത്തിൽ വന്ന വല്ലവരെയും തല്ലു കൊണ്ടിട്ട് തിരിച്ചു പോകാറുള്ളൂ. ഇത്തവണ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. അതുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേ. പോലീസിന്റെ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറ. അതെന്താ താൻ അങ്ങനെ പറഞ്ഞേ? ആട്ടെ, പോലീസിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താ? ഭരണത്തിലിരിക്കുമ്പോ നക്കിക്കൊല്ലും, ഭരണത്തിലില്ലെങ്കിൽ ഞെക്കിക്കൊല്ലും. അതാണ് പതിവ്. അത് കൊള്ളാം, അത് കൊള്ളാം. അല്ല മാവേലിയ, ഇതെന്താ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പാട്ട് കേൾക്കണത്? അത് ചിലപ്പോ പ്രതികളെ പാട്ട് പാടി സത്യം പറയിപ്പിക്കുന്നതായിരിക്കും. ഹായ്, ഇതെന്താ ഇംഗ്ലീഷിൽ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കണത്? പോലീസ് കാലമേള. അത് കാലമേള എന്നല്ലടോ, കലാമേള. പോലീസ് കലാമേളയിൽ പങ്കെടുക്കുന്ന പോലീസുകാരുടെ ശ്രദ്ധയ്ക്ക് 7-ാം നമ്പർ സെല്ലിലാണ് ഭരതനാട്യ മത്സരം നടക്കുന്നത്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, 3 വർഷം ട്രാഫിക്കിൽ ജോലി നോക്കിയവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത ഉണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെ ലാത്തിമുട്ട് കളിക്കുള്ള പോലീസുകാർ സെൽ നമ്പർ 16ലേക്ക് ചെല്ലേണ്ടതാണ്. സെൽ നമ്പർ 16ൽ നടക്കുന്ന ലാത്തിമുട്ട് കളി മത്സരം ഉടനെ ആരംഭിക്കുന്നതാണ്. സാറേ ഈ കഴുതക്ക് വാലി വരക്കൽ മത്സരം എവിടെ നടക്കുന്നത്? എടോ, കഴുതയ്ക്ക് വാല് വരക്കലല്ല, ഐജിക്ക് വാല് വരക്കൽ. അതാ കണ്ടംഡ് സെല്ല്, അങ്ങോട്ട് ചെല്ല്. തിരുവാതിര കളിക്ക് ഒരുങ്ങി നിൽക്കുന്ന പോലീസുകാരുടെയും പോലീസുകാരികളുടെയും ശ്രദ്ധയ്ക്ക് തിരുവാതിര കളി മത്സരം ആരംഭിക്കുകയാണ്. ജഡ്ജ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ PC 444. 1 2 3 4. കടൽ വർണ്ണൻ കോൺസ്റ്റബിൾസും ചേർന്നൊരിക്കൽ ചിന്താമണി കൊല കേസ് അന്വേഷിക്കാൻ പോയി.
ടിക്കറ്റില്ല ഹൗസ്ഫുള്ളായി ഷെനായിസ് തിയേറ്ററിൽ ചിന്താമണി കാണാതെ തിരിച്ചു പോന്നു. അതെനിക്കിഷ്ടായി. എന്നാ പിന്നെ ഈ പോലീസുകാർക്ക് ബ്ലാക്കിൽ ടിക്കറ്റ് എടുത്ത് കണ്ടുകൂടായിരുന്നോ? കറക്റ്റ് അതും മാവേലിയിലേയും പറഞ്ഞത് കറക്റ്റ്. ഈ കോൺസ്റ്റബിൾസ്, മാവേലി ഏതാണ് ഈ ട്രാഫിക് ജാമും? അതെ, നിങ്ങൾ ഇവിടെ പ്രച്ഛന്നവേഷ മത്സരത്തിന് വന്നാണെങ്കിൽ നമ്മുടെ SP പൃഥ്വിരാജ് സിംഗിന്റെ പെർമിഷൻ മേടിക്കണം. പുള്ളിക്കാരനായ കേരളത്തിലെ ഈ വർഷത്തെ പ്രച്ഛന്നവേഷത്തിന്റെ ചീഫ്. അതെ, പോലീസുകാരാ. സാറേ എന്ന് വിളിയടോ. അല്ല സാറേ, ഇപ്പൊ പോയ പോലീസുകാരുടെ യൂണിഫോമിൽ എന്താണെന്നറിയാ പുള്ളിക്കുത്ത്. ഇവിടെ പുലികളി ഉണ്ടോ? ഏയ്, ഇവിടെ വനിതാ പോലീസിന് പൊട്ടുകുത്തൽ മത്സരം ഉണ്ടായിരുന്നു. അപ്പൊ പൊട്ടുകുത്താൻ നിന്നു കൊടുത്ത പോലീസുകാരി അത്. മനസ്സിലായി. മുഖത്ത് മാത്രം ആരും പൊട്ടുകുത്തിയില്ല അല്ലേ? കണ്ണുരുട്ടി പേടിപ്പിക്കൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ജഡ്ജ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ PC 336. കഴിഞ്ഞ ദിവസം നടന്ന കൈക്കൂലിക്ക് വേണ്ടിയുള്ള വടംവലി മത്സരത്തിന്റെ റിസൾട്ട് ജഡ്ജ് പറയുന്നതായിരിക്കും. ഓർഡർ. കഴിഞ്ഞ ദിവസം നടന്ന കൈക്കൂലിക്ക് വേണ്ടിയുള്ള വടംവലി മത്സരത്തിന്റെ വിധി പറയാൻ പോകുകയാണ്. മത്സരത്തിനാസ്പദമായ സംഭവം നടന്നത് ഇന്നലെ ഉച്ചയ്ക്ക് 6-ാം നമ്പർ സെല്ലിലായിരുന്നു. മതിയായ പോയിന്റുകളില്ലാതെ എല്ലാവരും പിന്തള്ളപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഒരാൾ മാത്രം രക്ഷപ്പെട്ടിരിക്കുന്നു. ആരാണ് അയാൾ? അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം. ഈ കേസിന്റെ വിധി പറയൽ അടുത്ത മാസം 36-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. എന്റെ ഈശ്വര, മത്സരത്തിൽ ജയിച്ച ആളെ ഇയാള് തൂക്കിക്കൊല്ലാൻ വിധിക്കാവോ? ഓർഡർ. IPC 3012-ാം വകുപ്പ് അനുസരിച്ച് ടിയാൻ കുറ്റാർഹനും ശിക്ഷാർഹനും സമ്മാനാർഹനുമാണ്. അത് കൊള്ളാം. എന്തൊരു സമ്മാനം പ്രഖ്യാപിക്കലത്. പ്രിയമുള്ള കലാസ്നേഹികളെ, റോഡിൽ വണ്ടി തടയൽ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഇതേ മത്സരത്തിന്റെ മുൻ വർഷത്തെ വിജയി ദാസപ്പൻ സാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ മത്സര സ്ഥലത്ത് എത്തേണ്ടതാണ്. സാറേ ദാസപ്പ സാർ ഇല്ല. അയാൾ അവിടെ പോയി. അപ്പൊ ദാസപ്പ സാറിന്റെ കഥയൊന്നും സാർ അറിഞ്ഞില്ലേ? പാഞ്ഞു വരും വണ്ടി കണ്ടാൽ കൈകൾ നീട്ടും സാറ്. നിർത്തിപ്പോയാൽ വണ്ടിക്കാർക്ക് പണി കൊടുക്കും സാറ്. റോഡരികിലെ ഇടവഴിയിൽ പതിയിരിക്കും സാറ്. വണ്ടി കണ്ടാൽ തെണ്ടിയെ പോൽ കൈകൾ നീട്ടും സാറ്. ദാസപ്പൻ സാറ്, SI ദാസപ്പൻ സാറ്. കാശിനായി വാശി പിടിക്കും. അത് കിട്ടിയില്ലേ 10 തവണ മീശ പിരിക്കും. 100 രൂപ കാശിനായി വാശി പിടിക്കും. അത് കിട്ടിയില്ലേ 10 തവണ മീശ പിരിക്കും. മീശ പിരിയേശിയില്ലേ വാശി നിർത്തും. ഒരു 10 രൂപ കിട്ടുവാനും കാല് പിടിക്കും. ദാസപ്പൻ സാറ്, ദാസപ്പൻ സാറ്. പാഞ്ഞു വരും വണ്ടി കണ്ടാൽ കൈകൾ നീട്ടും സാറ്. നിർത്തിപ്പോയാൽ വണ്ടിക്കാർക്ക് പണി കൊടുക്കും സാറ്. ദാസപ്പൻ സാറ്, SI ദാസപ്പൻ സാറ്. പാണ്ടിലോറി പിടിച്ചു നിർത്തിയാൽ 50 ഉറപ്പ്. ഒരു കള്ളും വണ്ടി കണ്ണിൽ പെട്ടാൽ 100 ഉറപ്പാകും. പാണ്ടിലോറി പിടിച്ചു നിർത്തിയാൽ 50 ഉറപ്പ്. ഒരു കള്ളും വണ്ടി കണ്ണിൽ പെട്ടാൽ 100 ഉറപ്പാകും. മണൽ ലോറി തടഞ്ഞു നിർത്തി 500 വാങ്ങും. പാവം ഭാര വണ്ടിക്കാരെ പോലും വെറുതെ വിടൂല. ദാസപ്പൻ സാറ്, മെനകെട്ട ദാസപ്പൻ സാറ്. ഇത്തരത്തിൽ കാശൊരു തിരിയൊപ്പിച്ചു സാറ്. പെൺമക്കളെ
ഏമാന്റെ കാറ് തടഞ്ഞു നിർത്തി കാശ് വാങ്ങി ദാസപ്പൻ സാറ് വീട്ടിലിരിപ്പാണിപ്പോ ദാസപ്പൻ സാറ്. പണ്ട് വണ്ടി കണ്ടു പോയാൽ തണ്ട് കാട്ടും സാറ്, ഇന്നു വണ്ടി കണ്ടു പോയാൽ വരണ്ട് പായും സാറ്. വണ്ടിയുടെ നിഴല് പോലും കണ്ടാലോടും സാറ്, കലുങ്ങിനടിയിൽ കമണ്ണടിച്ച് പതുങ്ങിക്കിടക്കും സാറ്. ദാസപ്പൻ സാറ്, പഴയ ദാസപ്പൻ സാറ്, ദാസപ്പൻ സാറ്, നമ്മടെ ദാസപ്പൻ സാറ്. ആ ക്യാമറയ്ക്ക് റെഡിയല്ലേ? റെഡിയാണ് സാർ. ആ എല്ലാം കറക്റ്റ് ആയിട്ട് വെച്ചല്ലേ? എല്ലാം വെച്ചിട്ടുണ്ട് സാർ. ലൈറ്റ് ഒക്കെ നോക്കി, ലൈറ്റ് റെഡി സാർ. ആർട്ട് എവിടെ? പുകയ്ക്കാൻ പറയാന്ന് ഇലയൊക്കെ എവിടെ ഇടാൻ പറ, കുറച്ച് ഇലകളൊക്കെ വാരി ഇടാൻ പറ. ആരാടാ ഫീൽഡിൽ നിൽക്കുന്നത്? മാറ്റയാളെ പിടിച്ച് ആരാണ്? സാർ ചായ. ചായ പോടാ അവിടുന്ന്. ആകെ ഭ്രാന്ത് പിടിച്ച് ആർട്ടിസ്റ്റ് റെഡിയല്ലേ? എല്ലാം റെഡിയല്ലേ? സാർ സാർ ഗ്രൂപ്പ് ഡാൻസിനുള്ള പിള്ളേര് വന്നിട്ടുണ്ട്. അവര് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അവരാ റൂമിലിരുത്തു. ഓക്കെ ഓക്കെ സാർ റെഡി. നായിക നടന്നു വരൂ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഓക്കെ നായിക നടന്നു വരൂ. അവിടെ ഇരിക്കൂ. ഇരിക്കാൻ പറയുമ്പോ കിടക്കറ ആ പെട്ടികളൊക്കെ നടന്നു വരൂ. മുറുക്കാൻ കിടക്കാൻ ചിരിക്കല്ലേ, ചിരിക്കല്ലേ. ആ ചിരിക്കുന്ന ആളത്ത് മാറ്റണോളെ. അയാളുടെ സ്വന്തം കടയാണ് സാർ. ഇതെന്റെ സ്വന്തം ആൽബോണ്, അയാളടുത്ത് മാറ്റ്. ഇവിടെ എന്താ പരിപാടി? ഇത് ഏതായി വല്യപ്പൻ? എടോ ഇത് ഫീൽഡാണ്. നീ പോടാ അവിടുന്ന്. നീ പോടാ. എന്റെ ഫീൽഡാണ് ഇത്, മനസ്സിലായി എനിക്ക്? ആ എടാ എന്റെ അപ്പൻ എനിക്ക് പാകാധാരം തന്ന സ്ഥലമാണ് ഇത്. ഇവിടെ ഷൂട്ട് ചെയ്യാൻ നിന്നോട് ആരാടാ പറഞ്ഞത്? അയ്യോ ഉടമയായിരുന്ന? അല്ല തോമേന്. മനസ്സിലായില്ലായിരുന്നു. ഞങ്ങൾ തട്ടിക്കൂട്ടി ചെയ്യുന്ന ഒരു ആൽബമാണ്. ഞാനാണ് ഇതിന്റെ ഡയറക്ടർ. പേര് ആൽബി. എടാ ജൽബി, എന്റെ പറമ്പിൽ ഷൂട്ട് ചെയ്യുമ്പോ എന്റെ അനുവാദം ചോദിക്കണ്ടേ? വേണ്ടേ? വേണം. അല്ല ഇതിന്റെ നായകനാരാ? ഈ നിക്കണതാണ് നായകൻ. നമസ്കാരം. അജ്ജേ എന്നെ അല്ല നീയാണോ നായകൻ? ആ ദൈവേ, എന്റെ പൊന്നു വല്യപ്പ നാറ്റിക്കല്ലേ, ഇവനാണ് കാശ് മുടക്കണത്. അല്ല അവൻ കാശ് മുടക്കിക്കോട്ടെ, എന്തിനാ അഭിനയിക്കുന്നത്? എന്റെ കുഞ്ഞുഞ്ഞപ്പ കുഞ്ഞുഞ്ഞപ്പ എന്ത്? അല്ല പൊന്നു വല്യപ്പാന്. ആ പൊന്നു വല്യപ്പാന്ന് ഞാൻ പണ്ട് അഭിനയിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പണ്ട് അഭിനയിക്കുന്നുണ്ട്. ആ നീ പണ്ട് അഭിനയിച്ചിരുന്നെന്ന്. അതെ. ആ ഇപ്പൊ എന്താ അഭിനയിക്കാത്ത? അവസരം കിട്ടിയില്ല. ഇങ്ങനെ അവസരം കിട്ടിയില്ല. ആ അതെന്താ അവസരം കിട്ടാഞ്ഞേ? പണ്ട് ഞാൻ ഡയലോഗ് പറയുമ്പോ മനസ്സിലാവും. ഞാൻ ഇങ്ങനെ വന്ന് ഞാൻ ഡയലോഗ് പറയുമ്പോ മനസ്സിലാവൂല. മനസ്സിലാവൂലെന്ന്. ആ ഇപ്പൊ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒന്നായി പണി കുഞ്ഞുങ്ങളും വണ്ടി അതന്നെ ഒന്നറിയുന്ന പണിന്ന്. നിന്നെ നിന്നെ ഞാൻ കൊന്നറിയോന്നെ. എന്നെ നീ കൊന്നോളയുന്ന അർജുനന്റെ മോന്തര ശേഷിക്കാൻ മാറ്റും. അയ്യോ വല്യപ്പ ഞാൻ ഒരു കൊന്നെ ഇങ്ങനെ കോമഡി. എടാ നീ പറയുന്നത് മനസ്സിലാവില്ല, തിരിച്ചു പറ. ഞാനൊരു കോമഡി ആ നീ ഒരു കോമഡി പറഞ്ഞതാണെന്ന്. നീഞ്ഞ പോന്നെ. നീ ചിഞ്ഞു പോയിന്നാ? അല്ല എന്റെ സീൻ പറഞ്ഞാലും മനസ്സിലാവില്ല. നീ പോരാ. എന്റെ പൊന്നു വല്യപ്പ ഒന്നും മിണ്ടാതിരിക്കും. വല്യപ്പിന് ഇപ്പൊ എന്താ വേണ്ടത്? എടാ വർത്താനം പറയാൻ പോലും അറിയാത്ത ഇവനാണോടാ നായകൻ? ഓ ഇത് വർത്താനൊന്നും പറയണ്ടെന്നേ. ഇത് പാട്ട് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണത്. വെറുതെ ചുണ്ടനക്കിയാ മതി. പാട്ട് ആൽബം. ആ ഇവൻ തിരിഞ്ഞിന്ന് ശരീരം അനക്കിയാ മതി. മോന്ത കണ്ട പട്ടി കഞ്ഞി കുടിക്കോടാ. ഓ ഇത് വലിയ ശല്യമായില്ല എന്റെ പൊന്നു വല്യപ്പ. വെല്ലോണം ഞങ്ങൾ ഈ ആൽബം ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ. ആടാ ഏതായാലും നിന്റെ ആൽബം പിടിക്കല് ഇപ്പൊ എന്റെ പറമ്പിലാണല്ലോ നടക്കുന്നത്. അതെ. അപ്പൊ എന്നെ നായകനാക്കണം. എന്ത് വർത്താന വല്യപ്പിനി പറഞ്ഞേ. കുഴിയിലേക്ക് കാലം നീട്ടിരിക്കണ തന്നെയൊക്കെ പിടിച്ച് നായകനാക്കിട്ട് ആൽബം ചെയ്താൽ അത് തെണ്ടി തിരിഞ്ഞു പോലെ ശരിയാവില്ല. പോ വല്യപ്പൻ പോയേ. എടാ ഞാൻ കുഴിയിലേക്ക് കാലം നീട്ടിയിരുന്നാൽ എന്താണ് ഇവനേക്കാളും പ്രേതമാണ് ഞാൻ. ഓ ഇത് വലിയ ശല്യമായില്ല. ഈ ആൽബത്തിന് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ ഇപ്പൊ കൊറേ അവന്മാര് ഷൂട്ടിംഗ് എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. കൊറേ കാശുള്ള ഒരുത്തനെ പിടിച്ച് നായകനാക്കും. എന്നിട്ട് അന്തവും കുന്തൂല്ലാതെ കൊറേ സാധനം അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് വെക്കും. പോലീസുകാരനെ പിച്ചക്കാരൻ പ്രേമിക്കുന്നു, പോസ്റ്റ്മാനെ പടക്കാരൻ പ്രേമിക്കുന്നു. അങ്ങനെ ഒരുപാട് കഥകളല്ലേ ഇപ്പൊ വന്നത്. എന്നിട്ട് അതിന് അവസാനം ഒരു പേരിടും, ആൽബം. ഹലോ എക്സ്ക്യൂസ് മീ. അല്ല ആരാ? ആരാണ് ഈ ആൽബത്തിലെ നായകൻ? ആ ഈ ആൽബത്തിലെ നായകൻ കുഞ്ഞോൻ. എടാ കുഞ്ഞോനെ നിന്നെ അന്വേഷിച്ച ആള് വന്നേക്കണ ഇങ്ങോട്ട് വന്നേ. അയ്യോ താങ്ക് യു വെരി മച്ച്. എന്റെ മുഖത്ത് നോക്കടാ, ശ്രദ്ധിച്ചു നോക്കടാ. ഇനി മേലെ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. ഓടിക്കരുത്, എന്നായിട്ട് ഓടിക്കരുത്. എനിക്ക് സുഖമില്ലാത്ത
നിർത്ത് താരങ്ങൾ മാറിക്കണു. നിർത്ത് ഇവിടെ പിടിച്ച് തള്ളണേത്തിനാ. ഇവനെ തല്ലിയ പോലെ തല്ലി കൊല്ലണം ഇവനാ. അല്ല ഓട്ടോഗ്രാഫ് മേടിക്കാനെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഞാൻ ഇവന്റെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനാ. എടോ ഇവൻ എന്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിയാണ്. എന്നുവെച്ചാ ഇവന്റെ അമ്മയുടെ ഭർത്താവാണ്, എന്റെ മോനാണ് ഇവൻ. ദേവി അച്ഛനാണാ? അല്ല പിന്നെ ഇവൻ ചെയ്തത് എന്താണെന്ന് എനിക്കറിയോ? ഇവന്റെ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി 35,000 ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായി. ആ കാശും കൊണ്ടാണ് ഇവൻ ആൽബം പിടിക്കാൻ ഇറങ്ങിയേക്കണത്. അപ്പൊ ഇവനെ തല്ലിക്കൊന്ന് ഇവന്റെ ഒരു ആൽബം വീടിന്റെ വാതിക്കൽ ഞാൻ ഫ്രെയിം ഇട്ട് വെക്കണ്ടേ? പിന്നെ ഒരു പൂമാലയും വെച്ചോ? എടാ കുമ്പിട്ട് കിടക്കാതെ എണീറ്റ് പോടാ. നിനക്ക് ഇനി ഇവിടെ അല്ല സീൻ, നിന്റെ വീട്ടിലാണ് സ്റ്റണ്ട് സീൻ. ഹലോ, അതെ ഡയറക്ടർ ആൽബിയാണ്. ആര്, ഷിബുമോനോ? പറയൂ. അല്ലല്ല, ഈ ആൽബത്തിന്റെ പണി കഴിഞ്ഞു. നായകൻ കുഞ്ഞുമോന്റെ ഡേറ്റ് ക്ലാഷ് ആയി. അതെ. പിന്നെ കാശ് റെഡിയായോ? അമ്മയുടെ കെട്ടുതാലിയും പിന്നെ പെങ്ങന്മാരുടെ 4 വളയും മതി. അപ്പൊ നമുക്ക് നാളെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങാം. ഓക്കെ? അല്ല എൽദി, ഈ പുതിയ ആൽബത്തിന്റെ കഥ എന്തുട്ടാ? എന്ത് കഥ? ഒരു പെണ്ണും ആണ് തമ്മിൽ കാണുന്നു, പ്രേമിക്കുന്നു, വീട്ടുകാർ ഉടക്കുന്നു, അത് തന്നെ. അപ്പൊ എല്ലാം ഒന്ന് തന്നെ. നിന്റെ കയ്യില് കഥയില്ലെങ്കിൽ പറ്റിയൊരു കഥ ഞാൻ തരാം. എന്നെ കുത്തുവാളയടിപ്പിച്ച എലികളുടെ കഥ. ഡാമേജ്ഡ് മൈ ലൈഫ്. അത് തന്നെ, കറക്റ്റ്. വെള്ളലിയാണോ ഈ തോട്ടത്തിന്ന് കപ്പ വാങ്ങിയത്? ഡെയിലി രാത്രി കെണിയുമായി ഞാൻ സ്ഥിരം കാത്തിരുന്നു അവനെ പൊക്കുവാൻ. പേഴ്സുകാലിയാക്കി നേഴ്സറിന്ന് വാങ്ങി വളർത്തിയെടുത്ത കപ്പ പോയടോ. വെള്ളലിയാണോ ഈ തോട്ടത്തിന്ന് കപ്പ മാന്തിയത്? കയറുകെട്ടി സ്റ്റേ കൊടുത്തു ഞാൻ. കയറിന്മേൽ ചവറ് പോലെ പയറ് പടർന്നു. പയറെല്ലാം പറിക്കാനായി പരുവമായിടോ. പറവൂരിൽ കടയുള്ളൊരു കറിയാ ചേട്ടൻ ലോറി കൊണ്ടന്നു വന്നു പയറ് വാങ്ങുവാൻ. പറമ്പിൽ വന്ന് ഞാൻ പയറ് നോക്കിയപ്പോ തകർന്നു പോയെന്റെ ഹൃദയം. പയറില്ല വീട് കയറ് മാത്രമായി. ചുണ്ടലിയാണോ വെള്ളലിയാണോ എന്റെ പറമ്പിൽ നിന്ന പയറു തീർത്തത്? ചുണ്ടലിയല്ല വെള്ളലിയല്ല, വലിയ തൊരപ്പനാണ് പയറു തീർത്തത്. എലിയെ ഞാൻ കൊല്ലുമെന്നു വെല്ലുവിളിച്ചു. കൊച്ചിയിലെ മച്ചാന്റെ പൂച്ചയെ വാങ്ങി. തോട്ടത്തിലേക്ക് അന്നു തന്നെ പൂച്ചയെ വിട്ടു. പിറ്റേന്നാ കാഴ്ച കണ്ട് വണ്ടറടിച്ചു ഞാൻ. മച്ചാന്റെ പൂച്ച ഇരുന്ന് കപ്പ മാന്തണ്. മാന്തിയെടുത്ത കപ്പ എലിക്ക് വിളിച്ചു കൊടുക്കണ്. പണ്ടത്തെ പോലല്ല എലിയും
അപ്പനെ കൊല്ലാൻ എലിപ്പെട്ടി വാങ്ങി ഞാൻ. ആ പെട്ടി പോലും തുരപ്പൻ തുറന്നിടോ. ചുണ്ടലിയല്ല വെള്ളലിയല്ല എന്റെ പറമ്പിൽ നിന്ന കപ്പ മാഞ്ഞത്. പേഴ്സുകാലിയാക്കി നേഴ്സറിന്ന് വാങ്ങി ഞാൻ വളർത്തിയെടുത്ത കപ്പ പോയടോ. ചുണ്ടലിയല്ല വെള്ളലിയല്ല വലിയ തൊരപ്പനാണ് കപ്പ മാഞ്ഞത്. ഡിയർ സയന്റിസ്റ്റ് കം ഓൺ. യെസ് സർ. ഡിയർ ശാസ്ത്രജ്ഞന്മാർ, കണ്ടുപിടുത്തങ്ങളിൽ അഗ്രഗണ്യന്മാരാണ് നമ്മൾ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ. എന്നാൽ നമ്മളെല്ലാവരും മടിയന്മാരാണ്, കണ്ടുപിടുത്തങ്ങളിൽ പിന്നോട്ടാണെന്നാണ് ഇപ്പോൾ ജനസംസാരം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഇന്ന് തുമ്പയിൽ നിന്നും ശാസ്ത്രജ്ഞൻ തമ്പി ആറ്റൻപുറ ഇവിടെ എത്തും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം. വേഗം പോയി എല്ലാവരും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക പ്ലീസ്. ഗോ 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 ഗോ. ഞാൻ എന്റെ കണ്ണട ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഹലോ മിസ്റ്റർ ആറ്റംബറ. എന്തൊരു നറ്റംബറ. വരണ സാർ, നമസ്കാരം. നമസ്കാരം. ഏതാടോ ഈ കത്തിക്കരിഞ്ഞ ഈ മനുഷ്യൻ? സാർ, അതൊരു ശാസ്ത്രജ്ഞനാണ്. അങ്ങനെ സൂര്യനെ അടുത്തറിയാൻ ശ്രമിച്ചതാണ്, പക്ഷെ കരിഞ്ഞുപോയി. ഓ ആട്ടെ, അയാൾ ഇപ്പോൾ എന്താണ് ഈ തീക്കട്ട വെച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്? സാർ, അദ്ദേഹം തീക്കട്ടയിൽ ഉറുമരിക്കുമോ എന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. വെരി ഗുഡ്. ഒരടുപ്പ് കൂട്ടിയിട്ട് അതിന്റെ മുകളിൽ കയറിയിരിക്കാൻ പറയൂ. ഒരു ശവസ്ത്രജ്ഞൻ. 3,26,000, 3,27,000, 3,28,000. ഹലോ, എന്താണ് എണ്ണുന്നത്? എല്ലാം കടന്നു കുളിച്ചില്ലേ? എന്താ, എന്ത് പറ്റി? എടോ, ഞാൻ ആകാശത്ത് നക്ഷത്രങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. എണ്ണം തെറ്റിപ്പോയില്ലേ? പണ്ടാറടങ്ങാൻ. ഇനി ആദ്യം മുതൽ തുടങ്ങണം. 1, 2, 3, 4, 5. ഭ്രാന്തജ്ഞൻ, നിൽക്കവിടെ. ഒന്ന് നോക്കട്ടെ. അതേ കണ്ണ്, അതേ മൂക്ക്. വാ വിളിക്കൂ. പുഴുപ്പല്ലല്ല, അപ്പോൾ അയാളല്ല. എന്താടോ അയാളെ നോക്കിയേച്ചു പോയത്? എന്റെ പൊന്നു സാറേ, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു വലിയ മഹാനാണ് അദ്ദേഹം. പക്ഷേ അയാളുടെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അയാൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോ ഞാനല്ലല്ലോ. ആണെങ്കിൽ അപ്പ അടിയിട്ട് ചോദിച്ചാ പോരെ. ഓ, ഫാദർ ഇല്ല ശാസ്ത്രജ്ഞൻ. അതൊക്കെ പോട്ടെ, നിങ്ങൾ എയ്ഡ്സ് വരുത്തുന്ന രോഗാണുവിനെ ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചില്ലേ? കണ്ടുപിടിച്ചു സാർ. കണ്ടുപിടിച്ചോ? എന്നിട്ട് അത് ഏതു ജീനുകളിലാണ്? ജീനുകളിൽ അല്ല സാർ, പിന്നെ സ്റ്റാൻഡുകളിലാണ്. സ്റ്റാൻഡുകളിലോ? രാത്രി മുല്ലപ്പൂവും ജോഡി പേഴ്സും പിടിച്ച് രോഗാണു ഇറങ്ങും സാർ. എന്ത്? മുല്ലപ്പൂവും ജോഡി പേഴ്സുമായി വരുന്ന രോഗാണുവോ? അതിശയമായിരിക്കുന്നു. എന്നിട്ട് അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എവിടെ? സാർ, അയാൾ രോഗാണുവുമായി സംസാരിച്ച് ക്ലിയറൻസ് നടത്തി റൂം എടുക്കാൻ പോകുന്നതിന് മുമ്പേ പോലീസ് പിടിച്ചു സാർ. ഓ, ശാസ്ത്രജ്ഞൻ. അല്ല, താൻ കുറെ നേരമായല്ലോ ബക്കറ്റിലെ വെള്ളത്തിൽ കടലാസ് തോണി ഉണ്ടാക്കി വെച്ച് കളിക്കുന്നു. സാർ, ഈ കപ്പൽ എങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നു എന്നതിനെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. എന്തുപടിയാ കടിച്ചത്? ആദ്യം താൻ ഈ തുപ്പൽ എങ്ങനെയാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതെന്ന് പഠിക്കൂ. ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചിട്ട് മതി വലിയ കാര്യം. തുപ്പലാണ് കപ്പലിനേക്കാൾ മുമ്പുണ്ടായത്. തൊട്ടി ശാസ്ത്രജ്ഞൻ. അതൊക്കെ പോട്ടെ, നമ്മുടെ STD 5C ഇന്ന് വൈകിട്ട് തന്നെ വിടണം. സാർ, ഇന്ന് 1-ാം തീയതി ബാർ അവധിയാ. എടോ, 2 എണ്ണം വിടുന്ന കാര്യമല്ല പറഞ്ഞ, റോക്കറ്റ് വിടണമെന്ന്. അത് ശരി. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ കൗണ്ട് ഡൗൺ ആരംഭിച്ചോളൂ സാർ. പ്രിയമാളോരെ, എനിക്ക് പോകാനുള്ള വാഹനം റെഡിയായി. 16ാമത്തെ പ്രാവശ്യ ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം ടീമിന്റെ കൂടെ ഞാൻ കേരളം കാണാൻ വരണേ. ഓരോ വർഷം വരുമ്പോഴും വിചാരിക്കും കേരളം ഇപ്പൊ നന്നാവുമെന്ന്. പക്ഷേ അത് ഇതുവരെ ഉണ്ടായില്ല. അടുത്ത കൊല്ലെങ്കിലും ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ ഞാൻ പാതാളത്തിലേക്ക് തിരിച്ചു പോവുക. മാവേലി, കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാ പോരെ? ഏയ്, പറ്റില്ല. ഇപ്പൊ പോയ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ വിടുന്ന ഇൻസാറ്റ് 5C എന്ന ഉപഗ്രഹം കിട്ടും. മാവേലി, ആ ഉപഗ്രഹത്തിൽ കയറരുത്, അപകടം പറ്റും. അഥവാ അപകടം പറ്റിയില്ലെങ്കിൽ അത് ശൂന്യാകാശത്തേക്കല്ലേ പോണത്? ആരാ പറഞ്ഞേ? ഇന്ത്യക്കാര് വിടുന്ന ഉപഗ്രഹല്ലേ, മുകളിലേക്ക് പോകും. പക്ഷെ അവസാനം അത് പാതാളത്തിലെത്തും. ഇന്ത്യൻ റോക്കറ്റിൽ കയറിയ 2 ഗുണം, ആകാശവും കാണാം, പാതാളത്തിലും പോകാം. അപ്പോ മാവേലി ഇനി എന്നാ വരിക? അതെനിക്ക് അറിയില്ല. എന്തിനാ ഞാൻ വരണേ? എപ്പോഴും വരുമ്പോ കേരളത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും എന്ന് വിചാരിച്ച വരണേ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. എന്നാലും ഒരുപാട് വിദേശികൾ കേരളം കാണാൻ ഇവിടെ വരുന്നുണ്ട്. എന്റെ ഈശ്വര, എന്ത് കാണാനാണ് ഇവര് കേരളത്തിലേക്ക് വരണേ? പണ്ടേ പോലെ കേരള നാട്ടിൽ കണ്ടോ സാറേ കോലം കെട്ടി മലനാട്. പണ്ടേ പോലെ കേരള നാട്ടിൽ കണ്ടോ സാറേ കോലം കെട്ടി മലനാട്. പല നാടുകൾ ചുറ്റിയടിച്ച് മലനാട്ടിൽ ടൂറിന് വന്ന മറുനാടൻ സായിപ്പേ ഈ നാടിനേറിയ
ഇന്നിപ്പം പമ്പ കടന്നേ, സ്വർഗം പോലാണീ നാടെന്നാര് പറഞ്ഞെന്നേ. പണ്ടേ പോലെ ചേരിയിൽ കേരള നാട്ടിൽ കണ്ടോ സാറേ കോലം കെട്ടി മലനാട്. പണ്ടൊക്കെ പച്ച വിരിച്ച് മാമലകൾ കാണാമെങ്കിൽ ഇന്നിപ്പം മാനം മുക്കണ ഫ്ലാറ്റുകളാണല്ലോ. മലയെല്ലാം വെട്ടി നിരത്തി, അവിടെല്ലാം ഫ്ലാറ്റ് നിരത്തി, കാശുള്ളോർ കാശും കൊണ്ട് കാശുണ്ടാക്കുന്നേ. പണ്ടേ പോലെ ചേരിയിൽ കേരള നാട്ടിൽ കണ്ടോ സാറേ കോലം കെട്ടി മലനാട്. മണലെല്ലാം കോരിക്കോരി പുഴയെല്ലാം വത്തി വരണ്ടേ, കുടിവെള്ളം കിട്ടാൻ പോലും കാശ് കൊടുക്കണം. പുഴയെല്ലാം പോയാലെന്താ, മണലെല്ലാം വാരിയെടുത്ത് സാറന്മാർ കോടികൾ വാരി കൂട്ടുന്നുണ്ടല്ലോ. പണ്ടേ പോലെ ചേരിയിൽ കേരള നാട്ടിൽ കണ്ടോ സാറേ കോലം കെട്ടി മലനാട്. പണ്ടൊക്കെ കാളകളല്ലോ പാടങ്ങൾ ഉഴുതുമറിക്കും, ഇന്നവിടെ ടിപ്പർ ലോറികൾ മണ്ണ് നിറയ്ക്കുന്നേ. പണ്ടൊക്കെ പാടത്തെല്ലാം നെല്ലാണ് വിതയ്ക്കണതെങ്കിൽ ഇന്നിപ്പം പാടത്തെല്ലാം വില്ലകളാണല്ലോ. പണ്ടേ പോലെ ചേരിയിൽ കേരള നാട്ടിൽ കണ്ടോ സാറേ കോലം കെട്ടി മലനാട്. ലോണിനായി ഓഫർ നൽകി പഞ്ചാര വാക്കുകളോട് പലരെയും വെട്ടില് വീട്ടും ബാങ്കുകളുണ്ടിവിടെ. ആ കുഴിയിൽ പലരും വീഴും, അവസാനം കയറിക്കും. ഇതുപോലെ ബ്ലേഡുകൾ ഒത്തിരി നാട്ടിൽ പെരുകുന്നേ. പണ്ടേ പോലെ ചേരിയിൽ കേരള നാട്ടിൽ കണ്ടോ സാറേ കോലം കെട്ടി മലനാട്. സെൽഫോണിൻ കമ്പനി ഇപ്പോൾ പലമാതിരി ഓഫറുമായി കസ്റ്റമറുടെ കാശ് വിടുങ്ങാൻ വട്ടം കൂട്ടുന്നേ. ടോക്ക് ടൈമിന് കാശ് കുറയ്ക്കും, SMS ഫ്രീ ആയി മാറ്റും, എന്നാലും മാസാമാസം കൊല്ലണമില്ലാണേ. പണ്ടേ പോലെ ചേരിയിൽ കേരള നാട്ടിൽ കണ്ടോ സാറേ കോലം കെട്ടി മലനാട്. ചിലരെല്ലാം കൊള്ളക്കാര്, ചിലരിവിടെ കൊട്ടേഷൻകാർ. അവിടിത്തിരി ചാൻസ് കുറഞ്ഞാൽ രാഷ്ട്രീയം ശരണം. ഭരണത്തിൽ കയറിയിരുന്ന് കഷ്ടാലും കൊന്നെന്നാലും ചോദിക്കാൻ ചെന്നവനുടനെ ശിവറാണേ മരണം. പണ്ടേ പോലെ ചേരിയിൽ കേരള നാട്ടിൽ കണ്ടോ സാറേ കോലം കെട്ടി മലനാട്. പണ്ടേ പോലെ ചേരിയിൽ കേരള നാട്ടിൽ കണ്ടോ സാറേ കോലം കെട്ടി മലനാട്. അപ്പൊ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ഇനി അടുത്ത കൊല്ലം കാണാം. റോക്കറ്റ് പോട്ടെ. പങ്കെടുത്തവർ: ഹരിശ്രീ മാർട്ടിൻ, സാജൻ പള്ളുരുത്തി, ഷിജു അഞ്ചുമന, അൻസാർ ഹരിശ്രീ, ജോഷി കലാഭവൻ, ഷിനോദ് മലയാറ്റൂർ, കോട്ടയം വില്യംസ്, അജീഷ് കോട്ടയം, രഘു കളമശ്ശേരി, ജാഫർ ഇടുക്കി, മുജീബ് റഹ്മാൻ.